തോമസ് എല്ലാം ഒരു വലിയ കാരണവരെ പോലെ മറ്റുള്ള എല്ലാവരെയും ഏൽപ്പിച്ച് സ്വസ്ഥനായിട്ട് ആധ്യാത്മിക ചൈതന്യം പകർന്ന് അതോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും വളരെയേറെ പ്രചോദനം നൽകിക്കൊണ്ട് നേതൃത്വം നൽകിക്കൊണ്ട് നമ്മോടൊപ്പം ആയിരിക്കുകയാണ്. ദൈവം മനുഷ്യനിലേക്ക് ഇറങ്ങി വരുന്നു എന്ന അനുഭവം ഉള്ളതുപോലെ തന്നെ കരുണ ചെയ്യാൻ മനസ്സുള്ള മനുഷ്യനെ ദൈവം തൻ്റെ അരികിലേക്ക് ഉയർത്തുന്നു എന്ന അനുഭവവും ഒരുമിച്ചുണ്ട്. നവജീവനിലെ നിരവധി തവണ വന്നിട്ടുണ്ട്, ഇനിയും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കൻ കോളേജിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരുടെ വിശപ്പ് മാറ്റുന്നതിന് വേണ്ടി ഞാൻ നെറ്റിലടിക്കാൻ പോയി, ഞാൻ പിന്നെ ബുക്ക് ഉണ്ടാക്കാൻ പോയി. അങ്ങനെയൊക്കെ ഞാൻ നടന്ന് കിട്ടുന്ന ചില്ലറ പൈസ കൊണ്ട് കൂട്ടുകാർക്ക് പോണ്ടായും ചായയൊക്കെ മേടിച്ചു കൊടുത്ത കാലത്ത് ആ ഒരു വയറ്റുവേദന സഹിക്കാൻ മേലാതെ ആയപ്പോഴാണ് 16 കൂട്ടം നെറ്റിലടിച്ചു കൂട്ടിയ കാശ് മേടിക്കാൻ പോലും എനിക്ക് പറ്റാതെയായി. 3/4 ഇഞ്ച്. അങ്ങനെ ഞാൻ സ്നേഹബന്ധമുള്ള പലരുടെയും വീടുകളിൽ പോയി 1 രൂപ 2 രൂപയൊക്കെ മേടിച്ച് 35 രൂപയായി എനിക്ക് ആശുപത്രി പണം ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായി. കാരണം ഓരോ ദിവസവും ഞാൻ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് നവജീവന്റെ 35ാമത് വാർഷികമാണ്. ഇന്ന് വിഷമിച്ച് കിടക്കുന്ന ഒരു രോഗിക്ക് ഒരു പൊതിച്ചോറ് കൊടുത്തുകൊണ്ട് ആരംഭിച്ചൊരു ശുശ്രൂഷയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ നവജീവൻ എന്ന് പറയുന്നത്. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ നവജീവൻ ട്രസ്റ്റ്. അതുപോലെ നമ്മൾ 5 ആശുപത്രികളിലായിട്ട് ഏകദേശം ഒരു 4000-ഓളം പേർക്ക് ദിവസേന ഭക്ഷണം കൊടുക്കുന്നുണ്ട്. 7 പ്രാവശ്യത്തോളം നമ്മൾ ഭക്ഷണം പല രീതിയിലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആരോടും ചോദിക്കുന്നില്ല, ഫോറിൻ കോൺട്രിബ്യൂഷൻ ഒന്നും നമുക്കില്ല. കർത്താവ് കൃത്യമായിട്ട് അത് ഓരോരുത്തരിലൂടെ എത്തിച്ചുകൊണ്ട് തന്നുകൊണ്ടിരിക്കുക. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പോകണമെങ്കിൽ അതുപോലെ ഒത്തിരി പേര് ത്യാഗം എടുക്കുന്നുണ്ട്. അവരൊക്കെ ജീവിതത്തിൻ്റെ നല്ലൊരു സമയവും തന്നെ പോളേട്ടനും കുഞ്ഞേട്ടനൊക്കെ റിട്ടയർമെൻ്റ് ആയിട്ട് അവർ മുഴുവൻ സമയവും ഇവിടെ തോമസ് ചേട്ടൻ്റെ കൂടെ നിൽക്കുക. തോമസ് ചേട്ടനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചേർന്ന് നിർന്ന് ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ടാണ് തോമസ് ചേട്ടൻ പറയുന്ന പോലെ ഇത് ദൈവമഹത്വത്തിനായിട്ട് അനേകരിലേക്ക് എത്തുന്നത്. അപ്പം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ഇവർക്കൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് താങ്ങി നിർത്തണം. കർത്താവേ, അങ്ങയുടെ വലിയ സംരക്ഷണത്തിൽ ഇത് എന്നും ഒരു വെളിച്ചമായിട്ട് അനേകരുടെ മുമ്പിൽ നിൽക്കുവാൻ അങ്ങ് സഹായിക്കണമെന്നുള്ള ഒരു പ്രാർത്ഥനയോടെ നിൽക്കണം. ഒത്തിരി മക്കൾ പല രീതിയിൽ നമ്മുടെ സഹായം അർഹിക്കുന്നവരുണ്ട്. ഇനി അനേകരെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളെല്ലാ മാസവും കിഡ്നി ക്യാൻസർ രോഗികൾക്കൊക്കെ ഒരു 3000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അവരെയൊക്കെ ആ കണ്ണുനീരോടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം അവരെയൊക്കെ നമുക്ക് ഓർക്കാം. നന്ദിയോടെ ഈ ശുശ്രൂഷയിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ഇവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി, ഈ പ്രത്യേക കാലഘട്ടം എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങളുടെ ചൂട് പിടിച്ച് അതിലൂടെ ജനങ്ങളെ സ്വാധീനിച്ച് മുമ്പോട്ട് പോകുന്ന പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തോമസേട്ടനെ ഈ ശുശ്രൂഷ തുടങ്ങിയ കാലങ്ങളിൽ ഒരുപക്ഷെ തോമസേട്ടനെ ശുശ്രൂഷ ഈ ചാരിറ്റി തുടങ്ങിയിട്ട് ഏതാണ്ട് 55 വർഷത്തോളമായി. ട്രസ്റ്റ് ഫോം ചെയ്തിട്ട് 35 വർഷമാകുന്നു. ആ സുഖത്തിലാണ് ഇപ്പം നമ്മളിവിടെ ആയിരിക്കുന്നത്. തോമസേട്ടൻ അന്ന് ആ കാലഘട്ടങ്ങളിലൊക്കെ തോമസേട്ടൻ അന്ന് ചെയ്ത ആ സേവനങ്ങളൊക്കെ പുറത്തറിയുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു കാര്യമായിരുന്നു. കാര്യം വായ്മൊഴിയിലൂടെയാണ് അത് പലപ്പോഴും പുറത്തു വെക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് എന്ത് കാര്യം, കൊച്ചു കാര്യം ചെയ്താലും ആ 1 സെക്കൻഡ് കൊണ്ട് ലോകം മൊത്തം അറിയുന്ന, നന്മയാണേലും തിന്മയാണേലും ലോകം മൊത്തം അറിയുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. പക്ഷേ തോമസേട്ടൻ്റെ ശുശ്രൂഷ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, വായ്മൊഴിയിലൂടെ അനേക വ്യക്തികളുടെ അത് ഒരു ക്രമാനുഗതം വളർന്ന ശുശ്രൂഷയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലഘട്ടം ഞാൻ പറഞ്ഞ പോലെ സാമൂഹിക മാധ്യമങ്ങളുടെ മീഡിയകളുടെ ബലത്തിലാണ് മിക്കവാറും എല്ലാ ശുശ്രൂഷകളും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിലൊക്കെ വിഭിന്നമായിട്ട് ഏതാണ്ട് ഇപ്പം നമ്മുടെ ബോർഡ് ട്രസ്റ്റി ഷിബു സാറ് പറഞ്ഞതുപോലെ തോമസേട്ടൻ്റെ തുടക്കങ്ങളെപ്പറ്റി, നവജീവൻ്റെ തുടക്കങ്ങളെപ്പറ്റി ഷിബു സാറ് പറയുകയുണ്ടായി. ഇപ്പം നിലവിൽ ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം നമുക്ക് ദിവസം നമുക്ക് ചിലവ് വരുന്നുണ്ട്. 5 ആശുപത്രികളായിട്ട് നമ്മൾ ഭക്ഷണം സൗജന്യമായിട്ട് ചോറും ചൂടുവെള്ളവും കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 140ഓളം ക്യാൻസർ കിഡ്നി പേഷ്യൻസിനെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കൈത്താങ് എന്നൊരു സ്കീമിൽ 3000 രൂപ വെച്ച് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എണ്ണം പിന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ വീട് റിനോവേഷൻ, വീട് പുനരുദ്ധാരണങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മാര്യേജ് വിവാഹ സഹായങ്ങൾ, അതുപോലെ
വിദ്യാഭ്യാസ സഹായങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ആവശ്യം അറിഞ്ഞു കണ്ട് സഹായിക്കുന്ന ഒരു തലത്തിലാണ് നവുവിൻ്റെ ശുശ്രൂഷകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തലങ്ങളിലും നവൻ്റെ ശുശ്രൂഷകൾ കടന്നു ചെല്ലുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയൊരു പരിപാലനയാണ്. അതായത് ഈ 1.5 ലക്ഷം രൂപയോളം ഒരു ദിവസം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ സ്ഥാപനം മുന്നോട്ട് പോവുകയുള്ളൂ. ഒരു മാസം ഏകദേശം 45 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ശുശ്രൂഷയാണ്. ആ ദൈവത്തിൻ്റെ വലിയ ആനന്ദമായ പരിപാലനയ്ക്ക് നന്ദി പറയുവാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ മീറ്റിങ്ങിലേക്ക് നമ്മുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട സതീഷ് തൊണ്ടാങ്കുഴി അച്ഛനാണ്. അച്ഛൻ സുപ്രീം പ്രൊവിൻഷ്യലാണ്. അച്ഛൻ നമ്മുടെ ട്രസ്റ്റിയാണ്. അച്ഛനെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യും. ഏറ്റവും ബഹുമാനപ്പെട്ട റോയ് കണ്ണഞ്ചേറിയച്ച, തോമസ് ചേട്ട, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, നവജീവനെ സ്നേഹിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കോട്ടയം കപ്പൂച്ചിൻ പ്രോവിൻസും വ്യക്തിപരമായി ഞാനും ഈ സ്ഥാപനവുമായി അതിൻ്റെ പല പ്രവർത്തനങ്ങളുമായി ഒരുമിച്ച് സഹകരിക്കുന്നവരാണ്. ആ രീതിയിൽ എനിക്ക് വലിയ അഭിമാനവും സന്തോഷവുമുണ്ട്. ഞാനൊരു ദീർഘ പ്രഭാഷണത്തിന് മുതിരുന്നില്ല. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അന്ത്യവിധിയിൽ ദൈവം ചോദിക്കുന്ന 6 ചോദ്യങ്ങളെപ്പറ്റി. നമ്മളെല്ലാവരും ഉത്തരം കൊടുക്കേണ്ട ചില ചോദ്യങ്ങളാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഞാൻ വിശക്കുന്നവനായിരുന്നു, എനിക്ക് അപ്പം നൽകിയോ? ദാഹിക്കുന്നവനായിരുന്നു, എനിക്ക് കുടിക്കാൻ നൽകിയോ? എനിക്ക് വസ്ത്രമില്ലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു. ഇങ്ങനെ ചോദ്യങ്ങളൊക്കെയാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് ഈ സ്ഥാപനവും ഇതിൻ്റെ പ്രവർത്തകരും ഒക്കെ. ആ രീതിയിൽ സുവിശേഷം മാംസം ധരിക്കപ്പെടുകയാണ്. നമുക്കറിയാം ഇതിൻ്റെ പ്രവർത്തനത്തെപ്പറ്റിയും ഇതെങ്ങനെയാണ് ഈ രീതിയിൽ എത്തിച്ചേർന്നതിനെ പറ്റിയൊക്കെ ദൈവത്തിൻ്റെ വലിയൊരു പരിപാലന നമ്മളെപ്പോഴും അനുഭവിക്കുന്നുണ്ട്. നല്ല സംരംഭക്കാരനായ ഈശോ മുറിവേറ്റ മനുഷ്യരെ ഏൽപ്പിക്കുന്ന സത്രത്തിൻ്റെ പേരാണ് നവജീവൻ. മുറിവേറ്റ മനുഷ്യരെയാണ് ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നതൊക്കെ. അവരെ സംരക്ഷിക്കുക, അതാണ് നമ്മുടെ ധർമ്മം. അതിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പങ്കുപറ്റുന്നവരാണ്. ഒരു രീതി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ സ്ഥാപനത്തോട് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. നിങ്ങളുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. തുടർന്നും ഈ പ്രസ്ഥാനത്തോടും ഈ ശുശ്രൂഷയോടും നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. തിരുനാൾ മംഗളങ്ങളും സ്വാതന്ത്ര്യദിന ആശംസകളും ആദ്യമേ തന്നെ നേർന്നുകൊള്ളുന്നു. നമുക്ക് വേദിയിൽ നമുക്ക് ഏറ്റവും പ്രിയങ്കരനും ബഹുമാന്യനുമായ ശ്രീ പി യു തോമസ് സാറുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ തോമസ് ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ എനിക്ക് പ്രായം കൊണ്ട് അദ്ദേഹം അനുജനായതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല. അദ്ദേഹം എന്നെ ചേട്ടാന്ന് വിളിച്ചാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട റോയി അച്ഛനുണ്ട്. പിന്നെ കപ്പുച്ചൻ വൈദികരുടെ ഒരു നിര തന്നെ ഞാനിവിടെ കാണുന്നു. നമ്മുടെ ഈശോസഭയിലെ അച്ഛനുണ്ട്. പിന്നെ വിശിഷ്ട അതിഥിയായി ശ്രീ തോമസ് ചാഴികാടനുണ്ട്, ശംബി. നമ്മുടെ രാഷ്ട്രീയക്കാർ ഇടയ്ക്കിടയ്ക്ക് തോറ്റ് പിന്മാറുന്നത് നല്ലതാണ്. ഇതുപോലെ നമുക്ക് നമ്മുടെ വേദികളിൽ കൂടുതലായിട്ട് അവരെ ലഭിക്കും.
പക്ഷെ അത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തോറ്റിരിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. ഏതായാലും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഇന്നേ ദിവസം ഇവിടെ വരുന്നതിനും ഇപ്രകാരം നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിലും ഞാൻ സന്തോഷിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ ഇതുപോലൊരു ഭവനത്തിലായിരുന്നു. ഇത്രയും ബൃഹത്തായ ഒരു പ്രസ്ഥാനമല്ല, സഞ്ജീവനി എന്നറിയും. അവിടെ 98 പേര് ആ ഭവനത്തിലുണ്ട്. ഇതുപോലെ തന്നെ മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളുള്ളവരെ, അതുപോലെ മറ്റു രീതിയിലുള്ള പരാധീനതകളുള്ളവരാണ്. അവരോടൊപ്പം ഞാൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു, അവരോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചു, സംസാരിച്ചു. പിന്നെ വന്നതാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. ഏതായാലും ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഇതിലും കുറഞ്ഞ പ്രായത്തിൽ കോട്ടയം വടവാതൂർ പൗരസ്ത്യ വിദ്യാപീഠത്തിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത് ഈ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ കുറച്ച് പേര് എന്നോട് വന്ന് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവർക്ക് പ്രാർത്ഥന കൂട്ടായ്മ നയിക്കുകയും ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അവരെല്ലാം വളരെ വലിയ പ്രശസ്തരായ ഡോക്ടർമാരാണ്. ഇപ്പോൾ ഞാനിവിടെ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെയും 12 ചെറുപ്പക്കാരായ ആളുകൾ എന്നെ സ്വീകരിച്ചവരും അപ്രകാരം മെഡിക്കൽ വിദ്യാർത്ഥികളാണെന്ന് അവരെന്നോട് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ആ പാരമ്പര്യം തുടരുന്നല്ലോ എന്ന് ഞാൻ ഓർത്തു. അന്നുണ്ടായിരുന്നവരിലോട്ട് ഡോക്ടർ മനോജ് ഉണ്ടായിരുന്നു, ഡോക്ടർ മാത്യു ഉണ്ടായിരുന്നു, പിന്നെ മറ്റൊരു ചെറിയ മനോജ് ഉണ്ടായിരുന്നു, ഒരു മാത്യു ഇപ്പോൾ ഡൽഹിയിൽ നമ്മുടെ CBSEയുടെ കീഴിലുള്ള വലിയ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഡോക്ടറാണ്. കാരണം പിന്നീട് അദ്ദേഹം വൈദികനായി തീർന്നു. അപ്പോഴങ്ങനെയുള്ള ഒരു വലിയ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ അന്ന് തോമസ് അവരോടൊപ്പം ബന്ധപ്പെട്ട് അവരുമായിട്ട് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഒരു നവജീവൻ ട്രസ്റ്റായിട്ട് തുടങ്ങി ഇപ്പോൾ ഇതൊരു ചാരിറ്റി നെറ്റ്വർക്കായിട്ട് വളർന്നിരിക്കുകയാണ്. ഇതിലെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് ഇപ്പോൾ തോമസിന് തന്നെ അറിയാമെന്ന് എനിക്ക് സംശയം. അതുപോലെ ബഹുലമായിരിക്കുകയാണ്. തോമസ് എല്ലാം ഒരു വലിയ കാരണവരെ പോലെ മറ്റുള്ള എല്ലാവരെയും ഏൽപ്പിച്ച് സ്വസ്ഥനായിട്ട് ആധ്യാത്മിക ചൈതന്യം പകർന്ന് അതോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും വളരെയേറെ പ്രചോദനം നൽകിക്കൊണ്ട്, നേതൃത്വം നൽകിക്കൊണ്ട് നമ്മോടൊപ്പം ആയിരിക്കുകയാണ്. ഇത് ദൈവം അദ്ദേഹത്തിന് നൽകിയ ഒരു സവിശേഷ വരമാണ്. വൈദികർക്കും സമർപ്പിതർക്കും സവിശേഷ വരമുണ്ട്. വൈദികർക്ക് പൗരോഹിത്യത്തിൻ്റെ, സമർപ്പിതർക്ക് സന്യാസത്തിൻ്റെ. അതുപോലെ കുടുംബജീവിതക്കാർക്ക് ഒരു പ്രത്യേക വരമുള്ളതാണ് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് യോജിക്കുക, കുടുംബത്തിൽ മാതാപിതാക്കന്മാരായി തീരുക, മക്കളെ വളർത്തുക. അങ്ങനെ സഭയ്ക്കും സമൂഹത്തിനും അടിസ്ഥാനമായ ഒരു ഘടകമായി നിൽക്കുക എന്നുള്ളത് അതൊരു സവിശേഷ വരമാണ്. എന്നാൽ ഇങ്ങനെയുള്ള അടിസ്ഥാന സവിശേഷ വരങ്ങളോട് കൂടെ ഓരോരോ വരങ്ങൾ ഓരോരോ കാലത്ത് ആവശ്യമനുസരിച്ച് ഇവ നൽകാറുണ്ട്. അപ്രകാരം ദൈവം പ്രചോദിപ്പിച്ച ഒരു മനുഷ്യനാണ് തോമസ്. അതായത് മാനസിക ദൗർബല്യം ഒരു കാലത്ത് ചികിത്സിക്കാവുന്ന അല്ലെങ്കിൽ പരിചരിക്കാവുന്ന ഒരു രോഗമായിട്ട് ആരും കരുതിയിരുന്നില്ല. ശരീരത്തിൻ്റെ രോഗങ്ങൾക്ക് ചികിത്സയുണ്ട്. മാനസികമായിട്ടുള്ള രോഗങ്ങൾ വന്നാൽ അത് പുറന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു അങ്ങനെയുള്ള വ്യക്തികൾ. അപ്പോൾ അത് ഞാനും എൻ്റെ കുട്ടിക്കാലത്ത് ഓർത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ളവരെ എന്തുകൊണ്ടാണ് പരിചരിക്കാത്തത് എന്ന്. പക്ഷേ പിന്നീട് തോമസിൻ്റെ മനസ്സിൽ ഉദിച്ച ആ ആശയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെയും സുമനസ്സുകളായിട്ടുള്ള അനേകം ആളുകളുടെയും പ്രോത്സാഹനത്തോടും സഹായങ്ങളോടും സഹകരണത്തോടും കൂടി വളർന്നാണ്
ഇപ്പോഴിത് ഒരു ഉപവിയുടെ നെറ്റ്വർക്കായിട്ട്, ഒരു സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നെറ്റ്വർക്കായിട്ട് വളർന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മാനസിക അസ്വാസ്ഥ്യമുള്ളവർക്ക് സംരക്ഷണമുണ്ട്, ചികിത്സയുണ്ട്. മറ്റു രോഗങ്ങളുള്ളവർക്ക് ചികിത്സയുണ്ട്. ദാരിദ്ര്യത്തിലേക്ക് വീണു പോകാൻ സാധ്യതയുള്ളവർക്ക് പരിരക്ഷണമുണ്ട്. മെഡിക്കൽ കോളേജിൽ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നവർക്ക് ഭക്ഷണമുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ രോഗികളായിട്ട് ചികിത്സിക്കാൻ സാധിക്കാതെ വരുന്നവർക്ക് സഹായഹസ്തങ്ങൾ നീട്ടിക്കൊടുക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം. ഇങ്ങനെ വളർന്ന് വികസിച്ച് പന്തലിച്ചു നിൽക്കുന്ന ക്രിസ്തീയ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റേതുമായിട്ടുള്ള ഒരു വലിയ വടവൃക്ഷം പോലെ ഈ നവജീവൻ ട്രസ്റ്റ് വളർന്നിരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. വിശിഷ്യ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ആരംഭകനും ജീവനാഡിയും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയുമായ ശ്രീ തോമസിന് എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദിയും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് സ്വാതന്ത്ര്യ ദിനം. ഈ സ്വാതന്ത്ര്യ ദിനം എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുന്നു. സ്വതന്ത്ര ഭാരതത്തിന് വയസ്സ് 80 ആകുന്നു. ഇനി ഒരു 20 വർഷം കൂടെ കഴിയുമ്പോൾ ശതാബ്ദിയാണ്. എന്ന് വെച്ചാൽ 2047. വാസ്തവത്തിൽ നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കേണ്ടത് കഴിഞ്ഞ കാലത്തെ മാത്രം അനുസ്മരിച്ചുകൊണ്ടല്ല, ഭാവിയെ ദർശിച്ചുകൊണ്ട് വേണം. ഭാവിയെ മുൻനിർത്തിയുള്ള ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. മറിയത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ദൈവം ഭാവിയെ മുൻനിർത്തിയാണ്. മനുഷ്യവംശത്തിൻ്റെ രക്ഷയെ മുൻനിർത്തിക്കൊണ്ടാണ് പരിശുദ്ധ കന്യകയെ തിരഞ്ഞെടുക്കുന്നത് ദൈവം, അവളിലൂടെ രക്ഷകൻ ജനിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഭാവിയെ മുന്നിൽ കണ്ട്, മനുഷ്യവംശത്തെ മുന്നിൽ കണ്ട്, തന്നിൽ വിശ്വസിക്കുന്നവരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവം പരിശുദ്ധ കന്യകാമറിയത്തെ വിളിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിന് മനുഷ്യവംശത്തിൻ്റെ ഒരമ്മയാകാനുള്ള ഭാഗ്യം കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് നമ്മുടെ രക്ഷയുടേതായ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരാഘോഷമാണ്, ഒരാചരണമാണ്. എങ്ങനെയായിരിക്കണം ഭാവി എന്നുള്ളതിനെക്കുറിച്ചായിരിക്കണം. നമുക്കറിയാമല്ലോ, സ്വാതന്ത്ര്യ ദിന പോരാളികളായിരുന്ന മഹാത്മാഗാന്ധി തുടങ്ങിയുള്ള മറ്റ് എല്ലാ നേതാക്കന്മാരും, സർദാർ വല്ലഭായ് പട്ടേൽ, അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, വേറെ മോഹൻദാസ്, ഇവരെല്ലാം വിവേകാനന്ദൻ, ഇങ്ങനെയുള്ളവരെല്ലാം മുന്നിൽ കണ്ടത് ഇന്ത്യയുടെ ഭാവിയെയാണ്, ഇന്ത്യയുടെ അടിമത്താവസ്ഥയല്ല. ഇന്ത്യയുടെ അടിമത്താവസ്ഥ അവസാനിച്ച് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് നമ്മൾ വിമുക്തരായി സ്വാതന്ത്ര്യത്തോടുകൂടി നമ്മൾ ഒരു സ്വതന്ത്ര ഭാരതമായി ജീവിക്കേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് അവർ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ സമരം നടത്തിയത്. അപ്പോൾ സ്വാതന്ത്ര്യ സമരം ഭാരതീയരുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. അല്ലാതെ സ്വാതന്ത്ര്യം നേടുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമല്ല. ആ ലക്ഷ്യം അവിടെ കൊണ്ട് അവസാനിച്ചൊന്നും നമ്മൾ കരുതരുത്. നമ്മുടെ സ്വാതന്ത്ര്യം ഒരു തുടർക്കഥയാണ്. സ്വാതന്ത്ര്യം ഒരിക്കലും ഒരിടത്ത് നിൽക്കുന്നതല്ല. സ്വാതന്ത്ര്യം എപ്പോഴും മനുഷ്യനോടുകൂടി വളരുന്നതാണ്. അടിസ്ഥാനപരമായിട്ട് മനുഷ്യന് മറ്റ് ജീവജാലങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അത് സ്വാതന്ത്ര്യമാണ്. ദൈവം മനുഷ്യനെ സ്വതന്ത്രനായിട്ട് സൃഷ്ടിച്ചു എന്നുള്ളതാണ് അവൻ്റെ സവിശേഷത. അവന് മാത്രമേ സ്വയം ശാശ്വതത്വമുള്ളൂ, സെൽഫ് ഓട്ടോണമി ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആ സ്വാതന്ത്ര്യം അതവന് ജന്മന അല്ലെങ്കിൽ അവൻ്റെ സൃഷ്ടിയാലെ അവന് ലഭിച്ചിരിക്കുന്നതാണ്. സൃഷ്ടിയാലെ ലഭിച്ച സ്വാതന്ത്ര്യത്തെ അവൻ ദുരുപയോഗിച്ചതുകൊണ്ടാണ് അവൻ പാപം ചെയ്യുകയും ദൈവത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും അകലുകയും ചെയ്തത്. അങ്ങനെ അവൻ അകന്നപ്പോൾ അവൻ ദുരവസ്ഥയിലായി. അവനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പരാധീനതകളായി, ദുഃഖങ്ങളായി, വേദനകളായി, കലഹങ്ങളായി, മത്സരങ്ങളായി, അങ്ങനെ ലോകത്തിൽ തിന്മ ഭരണം നടത്താൻ തുടങ്ങി. ആ തിന്മയുടെ പല രൂപങ്ങൾ ഓരോരോ കാലങ്ങളിൽ കൂടുതൽ രൂക്ഷമായിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പോഴും ഉണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള ആ തിന്മയിൽ നിന്നും അവനെ രക്ഷിക്കേണ്ടതും ദൈവം ആവശ്യകമായി കണ്ടതുകൊണ്ടാണ് അവിടുന്ന് തൻ്റെ തിരുക്കുമാരനെ തന്നെ പരിശുദ്ധ അമ്മയുടെ തെരഞ്ഞെടുപ്പിലൂടെ ഈ ലോകത്തിലേക്ക് അയക്കാൻ തീരുമാനമായത്. അപ്പോൾ അങ്ങനെയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ സ്വതന്ത്രരായ നമ്മുടെ ദൗത്യം നിർവഹിക്കുന്ന എപ്പോഴും ദീർഘവീക്ഷണത്തോടു കൂടി വേണം, ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം എന്നാണ് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും നാം എത്രമാത്രം മുന്നോട്ട് പോകണമെന്ന് നാം ഒന്ന് ഓർത്ത് നോക്കുക. ഇപ്പോൾ നമുക്കറിയാം, ഭാരതത്തിലായാലും ലോകത്തിലെവിടെയായാലും അസ്വസ്ഥതയുണ്ട്. മനുഷ്യർ ആരും സംതൃപ്തരല്ല. മനുഷ്യർ വളരെയേറെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന കാലമാണ് മിക്ക രാജ്യങ്ങളിലും. വംശീയതകൾ, മതത്തിൻ്റെ പേരിലുള്ള വൈരങ്ങൾ, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങൾ എല്ലാം ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന ഒരു ലോകത്തിൽ അതിൽ നിന്നെല്ലാം മനുഷ്യ സമൂഹത്തെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിച്ച് സ്വാതന്ത്ര്യം ആഘോഷിക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് സ്വാതന്ത്ര്യ ദിനത്തിൽ മാത്രമല്ല, നിരന്തരം മനുഷ്യൻ തൻ്റെ സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കണം. നിരന്തരം മനുഷ്യൻ തന്നെ അടിമപ്പെടുത്തുന്ന എല്ലാവിധ തിന്മകളിൽ നിന്നും തന്നെ വിമോചിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായും മറ്റുള്ളവരോട് ചേർന്നും പ്രവർത്തിക്കുമ്പോഴാണ് അവന് സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ഇപ്രകാരമുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നീങ്ങാം. നമുക്കറിയാം, പലതും മനുഷ്യനെ ഇന്നും അടിമപ്പെടുത്തുന്നുണ്ട്. അഴിമതി എന്താണ്? അഴിമതി സാരാംശത്തിൽ സ്വാർത്ഥപ്രേരിതനായ ഒരു മനുഷ്യൻ അവരനെ ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥിതിയാണ്. അതാണ് അഴിമതി എല്ലാ തരത്തിലും. അത് കൈക്കൂലി മുതൽ അതുപോലെ തന്നെ വളരെയേറെ വലിയ സാമ്പത്തികമായിട്ടുള്ള നാശനഷ്ടങ്ങൾ വരുത്തുന്ന പദ്ധതികൾ വരെ, മാഫിയ പ്രവർത്തനങ്ങൾ വരെയും വാസ്തവത്തിൽ ഇത് ഈ ഒരു അഴിമതിയുടെ വിവിധ രൂപങ്ങളാണ്. അത് രാഷ്ട്രീയ ജീവിതത്തിൽ, പൊതുജീവിതത്തിൽ, മതവിശ്വാസത്തിൻ്റെ പേരിൽ പോലും നടക്കുന്നു എന്നുള്ളതാണ് ഒരു വിരോധാഭാസം. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിയുക്തരായിരിക്കുന്നവർ ഇപ്രകാരം ഉള്ള തിന്മകൾക്ക് അധീനരാകുന്നു, സ്വാർത്ഥപ്രേരിതമായ ലക്ഷ്യങ്ങളോടുകൂടി. ഇപ്പോൾ പറഞ്ഞ് നീതിന്യായ വ്യവസ്ഥിതികളിൽപ്പെട്ടവർ പോലും അഴിമതിക്ക് വിധേയരാകുന്ന കഥകൾ പുറത്തു വരുന്നുണ്ട്, സത്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ നീതിന്യായ വ്യവസ്ഥയിലുള്ളവർ പോലും നീതിന്യായ വ്യവസ്ഥയാൽ തന്നെ ശിക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളും ഉണ്ടാകും. നോക്കുക, അപ്പോൾ നീതിപാലനത്തിന് നിയോഗിക്കപ്പെടുന്നവർ നീതി രഹിതമായി പ്രവർത്തിക്കുന്നത് പോലും നിയമത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കലുഷിതമായ അന്തരീക്ഷം മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷം നിരന്തരം മനുഷ്യ സമൂഹത്തിൽ നടക്കണമെന്ന് വരികിൽ നാം എപ്പോഴും കരുതലോടെ, ജാഗരൂകതയോടെ വേണം. സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, തിന്മകളുടെ ലിസ്റ്റ് പറഞ്ഞുകൊണ്ട് ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു, അതിനാൽ നിങ്ങൾ ജാഗരൂകരായിരിക്കുക. ബി ഓൺ യുവർ വാച്ച്. നിങ്ങൾ എപ്പോഴും ഒരു വാച്ച് ഗാർഡായിരിക്കണം. നിങ്ങൾ ലോകത്തിൽ തിന്മയ്ക്കെതിരെ പടപൊരുതുന്ന ഒരു വ്യൂഹമായിരിക്കണം, സമൂഹമായിരിക്കണമെന്ന്. അപ്പോൾ കർത്താവ് പലപ്പോഴും തൻ്റെ ശിഷ്യന്മാരെ തന്നെ അനുഗമിച്ച ആളുകളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മാത്രം നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്താൽ എന്താ നിങ്ങൾക്ക് നേട്ടം? നിങ്ങളെക്കാൾ വിഭിന്നരായിട്ട് നിങ്ങൾ വിജാതീയരെന്ന് പറയുന്ന ആളുകൾ പോലും അത് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്കെന്ത് നേട്ടം? അപ്പോൾ കർത്താവായ യേശുമിശിഹാ ഈ ലോകത്തിൽ കൊണ്ടുവന്ന സത്യത്തിന്, നീതിക്ക്, സ്നേഹത്തിന്, കാരുണ്യത്തിനെ ഒക്കെ സാക്ഷ്യം വഹിക്കേണ്ട നിങ്ങൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് വരികിൽ എന്താണ് നേട്ടം? അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ, പൊതുവിൽ എല്ലാ മതവിശ്വാസികളും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. കർത്താവായ യേശുമിശിഹായിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ എല്ലാവരും ചിന്തിക്കേണ്ട, മനസ്സിലുറയ്ക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിക്കുകയില്ല. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അതുപോലെ തന്നെ സമൂഹ ജീവിതത്തിലും എൻ്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ ഒരിടത്തും
ഞാൻ അഴിമതിക്കോ ചൂഷണത്തിനോ മറ്റുള്ളവർക്ക് ദ്രോഹകരമായ കാര്യങ്ങളിലോ ഏർപ്പെടുകയില്ല. അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ നിഹനിക്കുകയില്ല. അവൻ സ്വതന്ത്രമായി തീരുമാനമെടുത്ത് അവൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ ഞാനൊരു വിലങ്ങുതടിയായിട്ട് അവൻ്റെ മുമ്പിൽ നിൽക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനം നമുക്കുണ്ടായിരിക്കണം. അവരനെ ചൂഷണം ചെയ്തുകൊണ്ട് നാം സമ്പാദിക്കുന്ന 1 രൂപയ്ക്ക് പോലും നമുക്ക് അത് അനുഭവിക്കുവാനുള്ള അവകാശമില്ല. അതിനാൽ നാം മറ്റുള്ളവരുടെ കാവൽക്കാരെന്നതുപോലെ അവരെ സംരക്ഷിക്കുന്നവരായിട്ട് തീരണം. അതാണ് ഇവിടെ നടക്കുന്നത്. ഈ നവജീവൻ ട്രസ്റ്റിൽ, ഈ ചാരിറ്റി നെറ്റ്വർക്കിൽ നടക്കുന്നത് അതാണ്. നാം ഒരിക്കലും വിചാരിക്കരുത് ഇത് നമ്മൾ ചെയ്യുന്ന എന്തോ വലിയ ഒരു കാര്യമാണ് എന്ന്. ഇത് നമ്മുടെ കടമ മാത്രമാണ്. ഇത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം മാത്രമാണ്. നാം ഈ ലോകത്തിൽ മനുഷ്യനായി പിറന്നു എന്ന് വരികിൽ ആ മനുഷ്യത്വം നമുക്ക് നൽകിയ ദൈവത്തോട് നമുക്ക് കടപ്പാടുണ്ടാകണം. ആ മനുഷ്യത്വം ലഭിച്ചിട്ടുള്ള മറ്റു സഹോദരങ്ങളോടും നമുക്ക് കടപ്പാടുണ്ടാകണം. നാം ആരും ഒറ്റപ്പെട്ട ദ്വീപുകളല്ല. നോ മാൻ ഈസ് ആൻ ഐലൻഡ്. എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ, കൂട്ടായ്മയിൽ ജീവിച്ച് മനുഷ്യ സമൂഹമായി ദൈവത്തിൻ്റെ മഹത്വം ഈ ലോകത്തിൽ പ്രകടമാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഒരു കുടുംബത്തിൽ പിറക്കുന്ന മക്കൾ അവരുടെ അപ്പനും അമ്മയ്ക്കും മഹത്വം ഉണ്ടാക്കുന്നത് പോലെ തന്നെ സൃഷ്ടാവായ ദൈവത്താൽ ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട് അയക്കപ്പെടുന്ന എല്ലാ മനുഷ്യരും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവരാണ്. നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്നുവെന്ന് വരികിൽ സ്വർഗത്തിലുള്ള എൻ്റെ പിതാവ് മഹത്വീകരിക്കപ്പെടുമെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മഹത്വമാണ് ഈ ലോകത്തിൽ നമ്മിലൂടെ സംജാതമാകേണ്ടത്. സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം. മനുഷ്യർ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരന്തരീക്ഷം. അങ്ങനെ മനുഷ്യർ സഹകരിച്ച് കൂട്ടായ്മയോടുകൂടി പരസ്പരം മറ്റുള്ളവരെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരന്തരീക്ഷം. അത് ഈ ഭാരതത്തിൽ ചിലപ്പോഴൊക്കെ നഷ്ടപ്പെടുന്നതിൻ്റെ പേരിലാണ് നമുക്കറിയാവുന്നതുപോലെ പാർട്ടികളും മറ്റും സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരിക്കുന്നുവെന്നാണ് ദൈവം അങ്ങനെയുള്ള യുവജനതകളുടെ മനസ്സാക്ഷിയിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവരെ അടിച്ചമർത്തുകയല്ല, പിന്നെയോ അങ്ങനെയുള്ളവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ചിന്തകൾ പങ്കുവെച്ച് സമൂഹത്തിൽ പരിവർത്തനങ്ങൾ വരുത്തുക, സമൂഹത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് സമൂഹത്തെ വാസ്തവത്തിൽ ശുദ്ധീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. മൂല്യങ്ങളെ മുൻനിർത്തുക, സ്വാർത്ഥ താല്പര്യങ്ങളെ പിന്തള്ളുക. സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ മൂല്യങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് ദ്രോഹങ്ങൾ വരുത്തുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ കൂടാതെ പിന്നെയോ അങ്ങനെയുള്ള മനുഷ്യരിൽ നിന്ന് അകന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. നമുക്കറിയാം, ഭാരതം വികസിത് ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഇട്ടിരിക്കുകയാണ്. വികസിത് ഭാരത്. അപ്പോൾ അങ്ങനെ വികസിതായിട്ടുള്ള ഭാരതം സംജാതമാക്കണമെന്ന് വരികിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു വലിയ പ്രതിജ്ഞാബദ്ധത എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യവും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യവും മാനിക്കുക, പ്രോത്സാഹിപ്പിക്കുക, സംരക്ഷിക്കുക, ഒന്നിച്ച് ജീവിക്കുക, ഒന്നിച്ച് സഹകരിക്കുക, ഒന്നിച്ച് പ്രവർത്തിക്കുക. ആരുടെ മേലും അധികാരിയല്ല, എല്ലാവരും സഹപ്രവർത്തകരാണ്. അധികാരം എന്ന് പറയുന്നത് സഹപ്രവർത്തനത്തെ സഹജമാക്കുന്ന ഒരു പ്രക്രിയ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിന് പിന്തുണ നൽകുന്ന ഒരു പ്രക്രിയയാണ്. എല്ലാവർക്കും ജീവിത സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയ. നമുക്കറിയാം, ഈ കേരളത്തിൽ തന്നെ വളരെയേറെ കഷ്ടതകൾ നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ കേരളം വെള്ളത്തിലാണ്. വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കുവാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നെന്ന് കേട്ടു. പക്ഷേ എത്രയോ വർഷങ്ങളായിട്ടും നമുക്കത് സാധിക്കുന്നില്ല. കുട്ടനാട്ടിലെ ജനങ്ങൾ 2 മഴ പെയ്യുമ്പോൾ മുതൽ അവർ നെഞ്ചത്ത് കൈവച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള എത്ര പ്രദേശങ്ങൾ. അതുപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമ്മളെ വാസ്തവത്തിൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറി മാറി വരുന്ന പകരുന്ന രോഗങ്ങളുടേതായിട്ടുള്ള, സാംക്രമിക രോഗങ്ങളുടേതായിട്ടുള്ള ഒരവസ്ഥ നമുക്കുണ്ട്. ഓരോ രോഗവും പ്രത്യക്ഷപ്പെട്ട് അതിന് പേരിട്ട് പത്രത്തിൽ മാധ്യമങ്ങളിൽ വരുമ്പോഴാണ്
അങ്ങനെ ഒരു രോഗമുണ്ടെന്ന് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് വൈറസുകളുടെ വൈവിധ്യം രംഗപ്രവേശനം ചെയ്ത് മനുഷ്യൻ്റെ ആരോഗ്യത്തെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ ഇവിടെയുണ്ട്. അതും അവൻ്റെ സ്വാതന്ത്ര്യത്തിന് ബാധകമായി തീരുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലെല്ലാം അവസരവും ഉചിതമായിട്ട് മുൻവന്ന് പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ ഒരു സമൂഹമായിട്ട് നമ്മൾ തീരണം. അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് നമുക്കുണ്ടാകേണ്ടത്. ഈയിടെ പരിശുദ്ധ പിതാവ് ലെയോ മാർപ്പാപ്പ യുവജനങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, AI-യെക്കുറിച്ചാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാകാം, അത് നിങ്ങൾ പ്രവർത്തനനിരതരാകാം, പക്ഷേ നിങ്ങളതിന് അടിമകളാകരുത്. ഏതിനെങ്കിലും നാം അടിമയായി കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ ബലി കൊടുക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യരായിട്ട് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുകയില്ല. മദ്യപിക്കുന്ന മനുഷ്യൻ മദ്യത്തിന് തന്നെ അടിമയാക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള മോഷണത്തിന് അടിമയാകുന്ന മനുഷ്യൻ വാസ്തവത്തിൽ അവൻ്റെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അടിമത്തങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. ഞാൻ ഓർക്കുന്നുണ്ട്, റേഡിയോ ടെലിവിഷനൊക്കെ വന്ന കാലത്ത് ടെലിവിഷൻ്റെ മുമ്പിൽ നിന്ന് മാറാത്ത മനുഷ്യരുണ്ടായിരുന്നു, യുവജനങ്ങൾ തന്നെ. എന്നാൽ ഇപ്പോൾ ടെലിവിഷന് വലിയ ഒരു ആകർഷണമല്ല. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ മൊബൈലാണ്. അത് താഴെ വെക്കുമ്പോഴാണ് ഒരു സ്വാതന്ത്ര്യക്കുറവ് പോലെ അവന് തോന്നുന്നത്. പക്ഷെ അവനറിയാതെ തന്നെ ആ മൊബൈൽ ഉപയോഗത്തിന്, ആ AI-യുടെ പ്രവർത്തനത്തിന് അടിമയായി തീരുന്നു എന്നുള്ളത് അവൻ മനസ്സിലാക്കുന്നില്ല. ലഹരിയെക്കുറിച്ചുള്ള ആ കാര്യം നമുക്കറിയാം. ലഹരിക്ക് അടിമയാകുന്നവർ എങ്ങനെയെങ്കിലും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിമത്തത്തിൽ കടന്ന് ഉരുളുകയാണ് ചെയ്യുക. എന്നാൽ സമൂഹം ആഗ്രഹിക്കുന്ന ലഹരി വിമുക്ത സമൂഹത്തെ സൃഷ്ടിക്കാൻ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവർ പോലും ഉണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അടിമത്തത്തിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾ AI ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ AI-യുടെ മാസ്റ്ററായിരിക്കണം. AI ഒരിക്കലും നിങ്ങളുടെ ബുദ്ധിശക്തിയെ മാറ്റാൻ കഴിവുള്ളതല്ല. AI-ക്ക് ഒരു ഹൃദയമില്ല, മനുഷ്യന് മാത്രമേ ഹൃദയവുമുള്ളൂ. AI മൂലമുണ്ടാക്കിയ ഒരു റോബോട്ടിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആലിംഗനം ചെയ്യാം, പക്ഷേ ഇങ്ങോട്ട് കിട്ടുന്ന ആലിംഗനത്തിന് ചൂടുണ്ടായിരിക്കുകയില്ല. അപ്പോൾ അവിടെ ഹൃദയമില്ല. അതുകൊണ്ട് ഹൃദയപൂർവ്വം പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തോടുകൂടി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന മനുഷ്യരോടുകൂടി പരസ്പര ജ്ഞാനം പങ്കുവച്ച് നിങ്ങളെ തന്നെ പരസ്പരം അഭിവൃദ്ധിപ്പെടുത്തുവനെന്ന് പാപ്പ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ AI-ക്ക് അടിമകളാകരുത്. AI നിങ്ങൾക്ക് നൽകുന്ന ജ്ഞാനം നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടേതായിട്ട് കൊണ്ട് നടക്കുവാൻ സാധിക്കില്ല. AI-യുടെ ജ്ഞാനം അത് താൽക്കാലികമായിട്ടുള്ളതാണ്. ഒരു ലേഖനം എഴുതാൻ, ഒരു പടം വരയ്ക്കാൻ, ഒരു ചിത്രീകരണം നടത്താൻ ഒക്കെ നിങ്ങൾക്ക് AI ഉപകരിച്ചു എന്ന് വരാം. പക്ഷേ AI ഒരിക്കലും നിങ്ങളുടെ ബുദ്ധിശക്തിയെ, നിങ്ങളുടെ ജ്ഞാനത്തെ, നിങ്ങളുടേതായിട്ടുള്ള ഹൃദയ വികാര വിചാരങ്ങളെ പകരമായിട്ട് നിൽക്കാൻ കെൽപ്പുള്ളതല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് AI-യെ അധീനപ്പെടുത്തി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും ബലി കഴിക്കരുത്. നിങ്ങൾ AI-യുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളുടെയും മാസ്റ്ററായിട്ട് നിലകൊള്ളണം, അടിമയായിട്ട് മാറരുതെന്ന് പാപ്പ ശക്തമായൊരു പ്രഭാഷണം നടത്തി. പ്രിയമുള്ളവരെ, ഇതുപോലെ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ നമ്മുടെ നാടിന്, നമ്മുടെ സമൂഹത്തിന് ഇന്ന് ആവശ്യമായിരിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ മാതാപിതാക്കന്മാർ ഇന്ന് വളരെയേറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വളരുന്ന തലമുറ അവരോടൊപ്പം നിൽക്കണമെന്നുള്ളത്. പക്ഷേ അവരോടൊപ്പം നിൽക്കുന്നതിനോടൊപ്പം നമ്മൾ ശ്രമിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവരെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം, അവരെ കേൾക്കുന്നവരാകാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, നാം എന്നെപ്പോലെ ദീർഘമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ അറിവ് അങ്ങോട്ട് കൊടുക്കാനേ സാധിക്കുകയുള്ളൂ. അതേസമയം ഞാൻ നിങ്ങളെ കേൾക്കുകയാണെങ്കിൽ എനിക്ക് പുതിയ അറിവുകൾ കിട്ടും. അങ്ങനെയുള്ള പുതിയ അറിവുകൾ ലഭിക്കത്തക്ക രീതിയിൽ ഇന്നത്തെ യുവജന സമൂഹത്തെ കേൾക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമുക്ക് ആഘോഷിക്കാം. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷം ഒരു സമൂഹത്തെ പടുത്തുയർത്തുവാനും അതിനെ അഭിവൃദ്ധിയിലെത്തിക്കാനും നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും
സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ തിരുനാളിൻ്റെ മംഗളങ്ങളും നേരുന്നു. ദൈവത്തിന് സ്തുതി. ആമേൻ. കേരളത്തിൻ്റെ തന്നെ കാരുണ്യ ഹൃദയം എന്നറിയപ്പെടുന്ന നവജീവൻ ട്രസ്റ്റിൻ്റെ 35ാമത്തെ വാർഷിക ആഘോഷ വേളയിൽ അധ്യക്ഷത അലങ്കരിക്കുന്ന കത്തീഡ്രൽ കോട്ടയം പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് ഫാദർ സരീഷ് ഇന്ന് അർത്ഥപൂർണമായ ഒരു സന്ദേശം നൽകി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ എല്ലാവരുടെയും ആദരണീയനായ ആത്മീയ പിതാവ് ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കാർഡിനൽ ജോർജ് ആലഞ്ചേരി പിതാവ്, ഇന്നത്തെ ഈ കൂട്ടായ്മയുടെ കാരണഭൂതനായിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും തോമസ് ഏട്ടൻ, നവജീവൻ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റീസ്, മറ്റ് ഭാരവാഹികൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ചാഴികാടൻ സാർ ഉൾപ്പെടെയുള്ള ആദരണീയ വ്യക്തിത്വങ്ങൾ, സമർപ്പിതർ, സഹോദരി സഹോദരങ്ങൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിൻ്റെയും പ്രാർത്ഥനാശംസകൾ സ്നേഹപൂർവ്വം നേരുകയാണ്. ഈ ഒരു സമ്മേളനത്തിൻ്റെ മുഖ്യ പ്രഭാഷണമാണ് എന്നോട് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഞാനിനി ഒത്തിരി പ്രഭാഷണം നടത്തുന്നില്ല. കാരണം ഈ വേദിയിൽ ഒരു പ്രഭാഷണത്തിന് വലിയ പ്രസക്തിയില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇവിടെ വന്നിരിക്കുക, ഈ ഒരു കൂടാരത്തിനുള്ളിൽ അല്പസമയമായിരിക്കുക, അങ്ങനെ എൻ്റെ തന്നെ മനസ്സിനെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കുക, അങ്ങനെ കുറച്ചുകൂടി നല്ല മനുഷ്യനായി എനിക്ക് പുതിയ സ്വാതന്ത്ര്യ വർഷത്തിൽ ജീവിക്കാൻ കഴിയുക. അതാണ് ഞാൻ പ്രിയപ്പെട്ട തോമസ് ചേട്ടൻ നവജീവനിലേക്ക് വിളിച്ചപ്പോൾ വരാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഘടകം. അതാണ് എനിക്കിവിടെ വന്നാൽ കുറച്ചുകൂടി നല്ല ഒരു മനുഷ്യനായി മാറാൻ കഴിയും. ഇന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നതിൻ്റെ പേരിലാണ് ഞാനിവിടെ വന്നത്. നമുക്കെല്ലാവർക്കും ആ ഒരു രൂപാന്തരം ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ തോമസ് ചേട്ടനെ നോക്കാം. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു മഹാസംവിധാനം ഇന്ന് വരെ ഇതുപോലെ ആയിത്തീരാൻ സഹായിച്ചവരെ ഓർക്കാം. ഈ ഒരു കാരുണ്യ കൂട്ടായ്മയിലൂടെ സമാധാനം മനസ്സിനും കുടുംബത്തിനും സമൂഹത്തിനും സംജാതമാക്കിയെടുത്ത ആയിരക്കണക്കിന് നല്ല മനുഷ്യ സഹോദരങ്ങളെ ഓർക്കാം. 35 വർഷങ്ങളാണ് നവജീവൻ ട്രസ്റ്റിന്റെ യാത്രാപഥമെങ്കിലും തോമസ് ചേട്ടൻ എന്ന ഈ ഒരു കാരുണ്യ ഗോപുരത്തിന്റെ യാത്രാവഴിയിൽ 6 പതിറ്റാണ്ടിലധികമുള്ള സ്നേഹകർമ്മങ്ങളുടെ കഥകൾ ഉറങ്ങുന്നുണ്ട് എന്ന് നമുക്കറിയാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 36-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്ന ഒരു വചനമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്: നിങ്ങളുടെ പിതാവ് കരുണയുള്ളവൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവർ ആയിരിക്കുക. ഈ ഭൂമിയിൽ കാരുണ്യം എന്ന കർമ്മം ആര് ചെയ്താലും അയാൾക്കത് ലഭിക്കുന്നത് കരുണ മാത്രമായ ദൈവപിതാവിൽ നിന്നാണ് എന്ന് ഈശോ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ കരുണ ചെയ്യുമ്പോൾ ദൈവം മനുഷ്യനിലേക്ക് ഇറങ്ങി വരുന്നു എന്ന അനുഭവം ഉള്ളതുപോലെ തന്നെ കരുണ ചെയ്യാൻ മനസ്സുള്ള മനുഷ്യനെ ദൈവം തൻ്റെ അരികിലേക്ക് ഉയർത്തുന്നു എന്ന അനുഭവവും ഒരുമിച്ചുണ്ട്. അതുകൊണ്ടാണ് ഈ കാരുണ്യ നദി
ഇതിങ്ങനെ ഒരാളിൽ നിന്ന് തുടങ്ങിയപ്പോൾ അതിങ്ങനെ അനേകരിലൂടെ ഒഴുകി അതിനെ പിതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ശൃംഖലയാണ്, ഒരു കാരുണ്യ സേവന വിതരണ ശൃംഖലയായി നവജീവന്റെ നേതൃത്വത്തിൽ കേരളത്തിലും ഭാരതത്തിന്റെ പല സ്ഥലങ്ങളിലുമായിട്ട് മാറിയിരിക്കുകയാണ്. കുറച്ചാഴ്ചകൾക്ക് മുൻപ് തൊടുപുഴയുള്ള ദീപരക്ഷാലയത്തിൽ, മയിലക്കൊമ്പിലെ ദീപരക്ഷാലയത്തിൽ ആ സ്ഥാപനത്തിന്റെ വാർഷികത്തിൽ അവരുടെ ആ ഒരു കൂട്ടായ്മയിൽ പങ്കുചേരാൻ എനിക്കൊരു അവസരം തന്നു. അവിടെ വെച്ച് തോമസ് ചേട്ടനെ അവിടെ വന്ന എല്ലാവരും, നമ്മുടെ മരിയ സദന്റെ സന്തോഷ് ഉൾപ്പെടെ നിരവധി കാരുണ്യ കേന്ദ്രങ്ങളുടെ തലപ്പത്തിരിക്കുന്ന എല്ലാ മനുഷ്യരും വന്ന് ഞങ്ങളുടെ ഗുരുവാണ് ഈ തോമസ് ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് തോമസ് ചേട്ടനെ ആദരിക്കുന്നത് ഞാൻ കണ്ടു. ഈ തോമസ് ചേട്ടൻ ആരെ പഠിപ്പിച്ചിട്ടാണ് ഈ ഗുരുവായി മാറിയത്? ഈ തോമസ് ചേട്ടനാണ് ഞങ്ങളുടെ ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് മരിയ സദൻ സന്തോഷും നമ്മുടെ ഇടുക്കിയിലുള്ള രാജമുടിയിലെ സ്നേഹഭവനം എന്നാണ് തോന്നുന്നു ആ ഭവനത്തിന്റെ പേര്, ആ സ്ഥാപനത്തിന്റെ രാജു ചേട്ടനും നമ്മുടെ ദീപരക്ഷാലയത്തിലെ ടോമി ചേട്ടനും ഒക്കെ ഇവരെല്ലാവരും ഞങ്ങളുടെ ഗുരുവാണ് ഈ ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തോമസ് ചേട്ടനെ ഇങ്ങനെ നമിക്കുകയാണ്. അപ്പോൾ തോമസ് ചേട്ടൻ പഠിപ്പിച്ച കോളേജ് ഏതാണ്, അല്ലെങ്കിൽ പഠിപ്പിച്ച വിദ്യാലയം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യത്വത്തിന്റെ വിദ്യാലയത്തിലാണ് അദ്ദേഹം തൻ്റെ അരികിലെത്തിയവർക്ക് ഈ കാരുണ്യകർമ്മത്തിന്റെ വിദ്യാഭ്യാസം നൽകിയത്. അങ്ങനെ മനുഷ്യനോട് കരുണ പ്രകടിപ്പിക്കുവാൻ അഭ്യാസം നേടിയ നിരവധി പേർ ഈ ഒരു മഹാഗുരുവിന്റെ പാദാന്തികത്തിൽ നിന്ന് ഈ കരുണയുടെ കർമ്മങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാനുള്ള വലിയ ഒരു ഡിഗ്രി, എന്തിന്റെ ഡിഗ്രിയാണ്? ദൈവസ്പർശനത്തിന്റെ ഡിഗ്രി ആർജിച്ചെടുത്തവരായി ഇന്ന് കേരളത്തിലും കേരളത്തിന് പുറത്തുമുണ്ട് എന്നതാണ് തോമസ് ചേട്ടന്റെ ഈ ഒരു കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അടയാളം നമ്മുടെയൊക്കെ മനസ്സിൽ നൽകുന്ന അർത്ഥം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇതുപോലെ ഈ കരുണ ചെയ്യാനായിട്ട് കഴിയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ തോമസ് ചേട്ടന്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും തോമസ് ചേട്ടന്റെ ചരിത്രം അറിയാം. തോമസ് ചേട്ടൻ ഒരു ദിവസം ഇന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇന്ന് പറഞ്ഞത് കേട്ടതനുസരിച്ച് ഒരു 1.5 ലക്ഷത്തോളം രൂപ ഒരു ദിവസം ചെലവ് വരുന്ന കാരുണ്യ ശുശ്രൂഷയാണ് ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ മുടങ്ങാതെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനേകരുടെ വിശപ്പടങ്ങുകയാണ്. അങ്ങനെ അനേകം കുടുംബങ്ങൾക്ക് ആശ്വാസം ഉണ്ടാവുകയാണ്. അങ്ങനെ അനേകം മനുഷ്യ മനസ്സുകളിൽ സന്തോഷമുണ്ടാവുകയാണ്. ഇതെല്ലാം ഇങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് ഉറവ പൊട്ടിയ നിരവധി സ്നേഹത്തിന്റെ നിർജ്ജരികളിലൂടെ ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തോമസ് ചേട്ടൻ ആരെയാണ് ആശ്രയിക്കുന്നത് എന്ന് അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ തൊടുപുഴയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോഴും ഞാനത് മനസ്സിലാക്കി. അത് മറ്റാരെയുമല്ല, അത് കർത്താവായ യേശുവിനെയാണ്. കർത്താവായ ഈശോ മിശിഹായുടെ കാരുണ്യമാണ് അദ്ദേഹത്തെ ഇന്ന് കേരളത്തിന്റെ ഒരു നല്ല സമറായനാക്കി മാറ്റിയിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് തോമസ് ചേട്ടനെ നമ്മൾക്ക് ദൈവസ്നേഹത്തെ പ്രതി, ദൈവമഹത്വത്തെ പ്രതി ഒന്ന് കൈയടിച്ച് നമുക്ക് അദ്ദേഹത്തിന്റെ ഈ ജീവിതം നമ്മുടെ ഈ പരിസരത്ത് തന്നതിന്റെ പേരിൽ നാമൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്രയും കാരുണ്യാർദ്രമായ ഒരു മനുഷ്യ ജീവിതത്തിന്റെ അരികിലൂടെ നടന്നു പോകുവാൻ നമുക്കൊക്കെ അവസരം ലഭിച്ചതിന്റെ പേരിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു നല്ല കൈയടി അടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ എല്ലാവരുടെയും മനുഷ്യത്വത്തെ അദ്ദേഹം ഉണർത്തുകയാണ്. എനിക്കങ്ങനെ ചില സൂചനകളുണ്ട്, ചില അനുഭവങ്ങളുണ്ട്. ഞാൻ സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ ഡയറക്ടർ കൂടിയാണ്. ദീപികയുടെ കൊച്ചേട്ടൻ എന്നുള്ള പോലെ തന്നെ കഴിഞ്ഞ 13 വർഷമായി ഇവിടെ ഇരിപ്പുണ്ട്. വിൻസി സിസ്റ്ററൊക്കെ ഇരിപ്പുണ്ട്. സ്പെഷ്യൽ സ്കൂളുകൾ നടത്തുന്നവർ 300-ലധികം സ്പെഷ്യൽ സ്കൂളുകളുണ്ട് കേരളത്തിൽ. ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്നവരുടെ സ്ഥാപനം. അത്തരത്തിലൊരു സ്ഥാപനത്തിൽ ഒരു പ്രശ്നമുണ്ടായി. ചേർത്തലയുള്ള പാണാവള്ളിയിലുള്ള ഒരു അസീസി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ ഒരു പ്രശ്നമുണ്ടായി. ആ സ്കൂളിലെ ഒരു പെൺകുട്ടിയെ അവിടുത്തെ സിസ്റ്റർ ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മാതാപിതാക്കൾ
സോഷ്യൽ മീഡിയയിൽ ഒരു 5 വർഷം മുമ്പ് ഒരു പരാതി കൊടുക്കുകയുണ്ടായി. എന്തായിരുന്നു പീഡനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 6ാമത്തെ വയസ്സിൽ ആ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിയ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിയുടെ 10 വർഷത്തെ പരിപാലനം ആ സ്ഥാപനമാണ് നടത്തുന്നത്. അവിടെ 16-17 വയസ്സായി പെൺകുട്ടി, ഈ സിവിയർ ഒട്ടിസ്റ്റിക് ആയ ഒരു കുട്ടി, കൈയൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് വിരലൊക്കെ കടിച്ചു തിന്നും, ചെവിയൊക്കെ വലിച്ചു പറിക്കും, അടുത്തിരിക്കുന്നവരെ ഉപദ്രവിക്കും. അങ്ങനെയുള്ള വളരെ ഹൈപ്പർ ആയിട്ടുള്ള ഒരു കുട്ടി. ആ കുട്ടിയെ ഒരു ദിവസം ഈ സിസ്റ്റർ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി കൈകളൊക്കെ സ്വതന്ത്രമാക്കി കൈ പിടിച്ച് നടത്തുന്ന സമയത്ത് അടിച്ചു വീഴ്ത്തി. കുട്ടിക്ക് 90 കിലോ തൂക്കമുണ്ട്, സിസ്റ്റർ 46 കിലോ തൂക്കമുണ്ട്. അടിയേറ്റ് സിസ്റ്റർ നിലത്ത് വീണു. പിന്നെ കണ്ടത് മാന്തി പറിക്കലാണ്. അപ്പൊ എല്ലാവരും കൂടെ വന്ന് കുട്ടിയെ പിടിക്കാൻ നേരത്ത് കുട്ടി വിരൽ കടിച്ചു പറിച്ചു, സ്വന്തം വിരൽ, മുഖമെല്ലാം വലിച്ചു കീറി, മാന്തി കീറി. മാതാപിതാക്കൾ വന്ന് നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാണ് കുട്ടി. അപ്പൊ പിന്നെ അതിനൊരു മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ കന്യാസ്ത്രീകളുടെ പേരിൽ പീഡനം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ന്യൂസ് വാല്യൂ ഉള്ളത് കൊണ്ട് 10 വർഷം അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി മക്കൾക്ക് കാവലിരുന്നവർക്ക് കാരുണ്യരഹിതമായ ഒരു സമ്മാനം ആ മാതാപിതാക്കൾ അങ്ങോട്ട് കൊടുത്തു. അവർ സോഷ്യൽ മീഡിയയിൽ ഈ സ്ഥാപനത്തിനെതിരെ വലിയ മോശമായ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിനെതിരെ സംസാരിക്കാൻ വേണ്ടി സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ആ സ്കൂളിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ ഒരു മാതാപിതാക്കൾ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ കുട്ടികളുടെയും മാതാപിതാക്കൾ അവിടെ വന്നിരുന്നു കൊണ്ട് വിങ്ങിക്കരയുകയാണ്. ഞാൻ ഈ സംഭവം പറയാൻ കാരണം, അതിലൊരാൾ പറഞ്ഞ ഒരു അമ്മ അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞ ഒരു വാക്ക് ഈ സദസ്സിന് മുമ്പിൽ പറയാൻ വേണ്ടിയാണ്. ആ സ്ത്രീ പറയുകയാണ്, ആ അമ്മ പറയുകയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ വീട്ടിൽ എനിക്കൊന്ന് കക്കൂസിൽ പോകാനായിട്ട് കാരണം ഈ അമ്മയാണ്. മനസ്സിലാക്കണം. അവരുടെ വീട്ടിൽ അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ, അവർക്ക് സ്വന്തമായിട്ടൊന്ന് ചലിക്കണമെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഈ സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടേ ആക്കണം. എന്നിട്ട് വേണം അവർക്ക് അവരുടെ വ്യക്തിപരമായ ആവശ്യം പോലും നിർവഹിക്കാൻ. ഞാൻ ഈ അമ്മയുടെ പാദം കഴുകി വെള്ളം കുടിക്കും എന്ന് പറഞ്ഞത് ഈ സിസ്റ്റർ അംഗമായിരിക്കുന്ന ഒരു വിഭാഗത്തിൽ അല്ലെ ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു അമ്മയല്ല. അവര് മറ്റൊരു മതവിഭാഗത്തിൽ പെടുന്ന ഒരു അമ്മയാണ്. പക്ഷെ ഇവിടെ മതമല്ലല്ലോ വിഷയം, ഇവിടെ മനുഷ്യത്വമാണ് വിഷയം. ഇവിടെ ദൈവം സ്പർശിച്ച മനുഷ്യർ ചെയ്യുന്ന മാനവികതയുടെ കാരുണ്യ കർമ്മങ്ങൾ, അതിനെ വാഴ്ത്താൻ പറ്റുന്നില്ലെങ്കിൽ പോലും പലർക്കും താഴ്ത്താൻ എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് സാധിക്കുന്നത് ഇതിനെ താഴ്ത്താനാണ്. അപ്പൊ ഇങ്ങനെ കാരുണ്യ കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് പലപ്പോഴും പറ്റുകയില്ല. പക്ഷെ ഈ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും അവരുടെ പേരിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ സൽപ്രവൃത്തികളുടെ നിറപ്പകിട്ട് നഷ്ടപ്പെടുത്താൻ നമ്മളിൽ പലർക്കും വലിയ ഉത്സാഹമാണ്. ഞാൻ ആ വേദിയിൽ നിന്നുകൊണ്ട് ആ സ്കൂളിന്റെ മുറ്റത്ത് നിന്ന് നടത്തിയ പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞത്, ആ സോഷ്യൽ മീഡിയയിൽ കുറെ നന്മ മരങ്ങൾ പ്രത്യക്ഷപ്പെട്ട കാലമായിരുന്നു അത്. അവര് ഈ സ്ഥാപനത്തിനെതിരെ ചീത്ത വിളിച്ച ആ സോഷ്യൽ മീഡിയക്കാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ നന്മ മരത്തിൽ നിന്ന് ഇറങ്ങി ഈ താഴെ വരിക. നിങ്ങൾക്കിങ്ങനെ അകലെ ഇരുന്നു കൊണ്ട് ചീത്ത വിളിക്കാം. ഏത് നന്മ കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങളെയും അത് ചെയ്യുന്നവരെയും നിങ്ങൾക്ക് കുറ്റപ്പെടുത്താം. പക്ഷെ ഇവിടെ വന്ന് 1 മണിക്കൂർ ഈ മക്കളുടെ കൂടെ ഒന്ന് ഇരിക്കാൻ കഴിയുമോ? ഒരു ദിവസം ഈ മക്കളോടൊപ്പം ജീവിക്കാൻ കഴിയുമോ? എനിക്കറിയാം, കേരളത്തിൽ 300-ലധികം വരുന്ന ഭിന്നശേഷിയുള്ള സ്കൂളുകളുടെ സ്പെഷ്യൽ സ്കൂളുകളിൽ നാനാജാതി മതസ്ഥരായ സമർപ്പിതരാണ് അവിടെയുള്ളത്. അവരെ ഞാൻ സമർപ്പിതർ എന്നാണ് വിളിക്കുക. അതിൽ 164 സ്കൂളുകൾ നടത്തുന്ന കത്തോലിക്ക സഭയാണ്. അതിൽ ഞാൻ തമ്പുരാൻ നന്ദി പറയുകയാണ്. എന്നാൽ ബാക്കി എല്ലാ സ്കൂളുകളിലും നാനാജാതി മതസ്ഥരായ മനുഷ്യ സഹോദരങ്ങൾ അവരവിടെ ദൈവത്തിന്റെ നാമത്തിൽ മനുഷ്യത്വം വിതരണം ചെയ്യുകയാണ്. അങ്ങനെയുള്ള മനുഷ്യത്വ കർമ്മങ്ങൾ ഈ നാട്ടിൽ നടക്കുമ്പോൾ അതിനെ വക്രീകരിച്ച് രാഷ്ട്രീയ ലാഭത്തിനും അതിനെ വക്രീകരിച്ച് സമൂഹത്തിലെ വിഘടനവാദത്തിനുമായി ഉപയോഗിക്കുന്ന ചീഞ്ഞ മനസ്സുകളുടെ ഉടമകളുടെ മുമ്പിൽ ചെയ്യാതെ നിൽക്കുകയാണ് ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിന്റെ പേരാണ് നവജീവൻ എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഈ നവജീവൻ മാത്രമല്ല, ഈ നവജീവന്റെ ആരംഭം തൊട്ട് ഇന്ന് വരെയുള്ള യാത്രയിൽ ഈ നദിയിൽ നിന്ന്
ഉറവ പൊട്ടി ഒഴുകിയ നിരവധി സ്നേഹനദികൾ നമ്മുടെ കേരളക്കരയെ ഒട്ടേറെ മനുഷ്യത്വം കൊണ്ട് അങ്ങനെ കുളിരണിയിച്ചിട്ടുണ്ട്, കുതിർത്തിട്ടുണ്ട്. മനുഷ്യത്വ രാഹിത്യത്തിന്റെ വരൾച്ച ബാധിച്ച മനസ്സുകളിൽ പോലും ഈ സേവന കർമ്മങ്ങൾ അനേകം പേരുടെ ഹൃദയത്തെ തരളിതമാക്കുന്നുണ്ട്, നല്ല മനുഷ്യരാകാൻ പ്രേരിപ്പിക്കുന്നുണ്ട്, പ്രചോദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ നവജീവനിൽ നമ്മൾ വരണം എന്ന് നമ്മൾ പറയാൻ കാരണം. ഇന്നിവിടെ ഇത്രയും തിരക്കുണ്ടായിട്ട് നിരവധി പേർ ഈ നവജീവന്റെ വാർഷികത്തിൽ വന്നിട്ടുണ്ട്. ഈ വന്നിരിക്കുന്നവരെല്ലാവരും ദൈവത്തിന്റെ കാരുണ്യം ഹൃദയത്തിൽ തൊട്ട മനുഷ്യരാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഇവിടെ വരാൻ സമയം കണ്ടെത്താൻ കഴിയുക. ഈ വന്നിട്ടുള്ള ഇരിപ്പ് ഈ തോമസ് ചേട്ടനെയും അദ്ദേഹത്തിന്റെ ഇരു കരങ്ങളായി ശിഖരങ്ങളായി പ്രവർത്തിക്കുന്ന നന്മ മനസ്സുകളെയും പ്രചോദിപ്പിക്കാൻ വേണ്ടിയുള്ള ഈ ഒരു ഇരിപ്പ് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമാണ്. അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ നമുക്ക് പഠിക്കാം. നിങ്ങൾക്കറിയാം, ജയജയാച്ച എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ ഒരു പുതിയ നിയമം കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം തോമസ് ചാഴികാടൻ സാറിനൊക്കെ അറിയാം. അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ നിയമാവലികളുടെ കുരുക്കുകളിൽപ്പെട്ട് കേരളത്തിൽ തന്നെ 450-ലധികം കെയർ ഹോമുകൾ നിർത്തി കളഞ്ഞു എന്നത് ഞാൻ അതിന് നേരെ സാക്ഷിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മദർ തെരേസയുടെ 13 സ്ഥാപനങ്ങൾ കള്ളയാരോപണം വെച്ച് നിർത്തിക്കളഞ്ഞിട്ട് ഈ കഴിഞ്ഞ മാസം കോടതി ആ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിധി തിരുത്തി പറഞ്ഞു. ഓർക്കണം, അപ്പോൾ ഈ കഴിഞ്ഞ 13 വർഷത്തിന്റെ കാലഘട്ടത്തിൽ ആ സ്ഥാപനങ്ങളിൽ അംഗമാകാമായിരുന്ന മനുഷ്യന്റെ കാരുണ്യം കൊണ്ട് കൂടുതൽ നന്മ അനുഭവിക്കാമായിരുന്ന എത്രയെത്ര പേർക്കാണ് അവസരം ഇങ്ങനെ മനുഷ്യത്വത്തിന്റെ അവസരങ്ങൾ നിഷേധിക്കുന്നവർ മനുഷ്യത്വത്തിൽ നിന്നും മടക്കയാത്ര ചെയ്യുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിന് രാഷ്ട്രീയം കാരണമായിരിക്കാം, അതിന് ചില മതവൈരം കാരണമായിരിക്കാം, അതിന് ചില തെറ്റിദ്ധാരണകൾ കാരണമായിരിക്കാം. ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള മനുഷ്യകർമ്മങ്ങൾ ചെയ്യുന്നത് ദൈവത്തിന്റെ നാമത്തിലാണ് എങ്കിൽ, ആ ദൈവം പ്രചോദിപ്പിച്ചിട്ടാണ് എങ്കിൽ, ദൈവം എന്ന ആ വലിയ പിതൃഭാവം നമ്മെ ഓരോരുത്തരെയും ഈ കാരുണ്യം, ഈശോ പറഞ്ഞില്ലേ കരുണയാണ് പിതാവ്, ആ പിതാവിന്റെ കാരുണ്യം നമ്മൾ പകർത്തിയെടുത്ത് നമ്മൾ മനുഷ്യരിലേക്ക് പങ്കുവെച്ചു കൊടുക്കുകയാണ്. നമ്മളുടെ കുറച്ചു കാലം മുമ്പ് നമ്മുടെ ഛത്തീസ്ഗഡിൽ 2 സിസ്റ്റേഴ്സിനെ ഒരു ജ്യോതി ശർമ്മ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം പിടിച്ച് ജയിലിലിട്ട കഥ നമ്മൾ ഓർക്കുന്നുണ്ട്. അവരുടെ വിമോചനത്തിനായി തൊടുപുഴയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ ഞാൻ ജ്യോതി ശർമ്മയെ പരസ്യമായിട്ട് കേരളത്തിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, ജ്യോതി ശർമ്മ, ഞാൻ പെങ്ങളെ എന്നാണ് ആ അനിയത്തിയെ വിളിച്ചത്. എനിക്കറിയാം, പ്രായം വെച്ച് നോക്കുമ്പോൾ എൻ്റെ അനിയത്തിയാണ് ജ്യോതി ശർമ്മ. ഞാൻ ആ പെങ്ങളെ വിളിച്ചു, നീ ഇങ്ങോട്ട് പോരെ, നീ ഈ ഛത്തീസ്ഗഡിൽ നിൽക്കണ്ട, നീ ഇങ്ങോട്ട് വാ, കേരളത്തിലോട്ട് വാ, നീ കേരളത്തിലോട്ട് വന്നാൽ വന്ന പോലെ തിരിച്ചു പോവില്ല എന്നാണ് ഞാൻ മൈക്കിനകത്തൂടെ തൊടുപുഴയിൽ ഒരു 5000-6000 പേരുള്ള ഒരു വേദിയിൽ ഞാൻ പരസ്യമായിട്ട് പറഞ്ഞത്. കേട്ടവർ ഞെട്ടിപ്പോയി, എന്താണ് ഇങ്ങനെ പറയുമ്പോൾ അതിനകത്ത് ഒരു നെഗറ്റീവ് കണ്ടന്റ് വരുന്നില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞത് നമ്മുടെ സമന്തർ സിംഗിന്റെ പേരാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. അയാൾ കേരളത്തിൽ വന്നത് എന്തിനായിരുന്നറിയാമോ? നമുക്ക് എല്ലാവർക്കും അറിയാം, റാണി മരിയ എന്ന് പറയുന്ന സമൂഹത്തിൽ സേവനം മാത്രം ചെയ്ത് ജീവിച്ചു പോയ ഒരു സഹോദരിയെ കത്തി കൊണ്ട് കുത്തി അരിപ്പ പോലെ തുളച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം 8 വർഷത്തോളം 11 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചതിന് ശേഷം അദ്ദേഹത്തെ ആ ജയിലിൽ ചെന്ന് കണ്ട് ഈ മരിച്ച കന്യാസ്ത്രീയുടെ അനുജത്തി കന്യാസ്ത്രീ ആ സഹോദരന്റെ കയ്യിൽ രാഖി കെട്ടി, നീ എൻ്റെ ബ്രദറാണ്, നീ എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി കഴിഞ്ഞതിന് ശേഷം ഈ മരിച്ചുപോയ മകളുടെ അമ്മ വിളിച്ചതിന്റെ പേരിലാണ് സമന്തർ സിംഗ് ആലുവയിൽ വന്നത്, പെരുമ്പാവൂരിൽ വന്നത്, പുല്ലുവഴിയിലെത്തിയത്. പുല്ലുവഴിയിലെ വീട്ടിൽ വന്ന സമന്തർ സിംഗിനെ വന്ന പോലെ തിരിച്ചു പോകാൻ പറ്റിയില്ല. അയാൾ ഒരു പുതിയ മനുഷ്യനായി മാറിപ്പോയി. അതാണ് ഈ പ്രശ്നം. ഈ നന്മയുടെ അരികിലേക്കൊന്ന് വന്നാ മതി, ഈ കാരുണ്യത്തിന്റെ ഈ കടലിലൊന്ന് കാല് മുക്കിയാ മതി, ഒരു തുള്ളി നെറുകന്തലയിൽ വീണാ മതി, മാറിപ്പോകും, നമ്മളുടെ ജീവിതം തന്നെ മാറിപ്പോകും. അത്തരത്തിൽ ദൈവത്തിന്റെ മഹാകാരുണ്യത്തിന്റെ ഒരു കുഞ്ഞു തുള്ളി
6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ നെറുകന്തലയിൽ വന്ന് വീണതിന്റെ പേരിലാണ് അതൊരു മഹാനദിയായി പെരുകി ഒഴുകി ഇന്ന് കേരളത്തിന്റെയും ഭാരതത്തിന്റെയും 10,000-കണക്കിന് മനുഷ്യ ഹൃദയങ്ങളെ തരളിതമാക്കുന്ന ഒരു സ്നേഹനദിയായി മാറിയിരിക്കുന്നത് ഈ തോമസ് ചേട്ടൻ PU തോമസ് എന്ന ഈ ഒരു കാരുണ്യ നദി. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നല്ല മനുഷ്യരായി മാറണമെങ്കിൽ ഈ നന്മ കർമ്മങ്ങൾക്ക് തുടർച്ച ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. PU തോമസ് ചേട്ടന്റെ കൂടെ ഇത്രയും കാലം ഈ നന്മകർമ്മങ്ങൾ ചെയ്യുവാൻ സഹകരിച്ച എല്ലാവരെയും ഞാൻ ദൈവനാമത്തിൽ അഭിനന്ദിക്കുകയും നന്ദി പറയുകയുമാണ്. ഇപ്പോൾ നമ്മുടെ കപ്പീഷ്യൻ സന്യാസ സമൂഹം ഈ ഒരു കാരുണ്യ കർമ്മങ്ങളുടെ കൂടെ കൈകോർത്ത് നടക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് ഇനിയും ഈ സ്ഥാപനത്തിനും ഈ നാടിനും വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന അനുഭവമാണ് എന്ന് നമ്മൾ ഓർക്കുകയാണ്. നമുക്കറിയാം, മഹാത്മാഗാന്ധിജി നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഐക്കണാണ്, നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഐക്കണാണ്. ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. അടിമത്തത്തിൽ നിന്നൊരു രാജ്യത്തെ മോചിപ്പിച്ചതാണ്. എല്ലാ മാനസിക അസ്വാസ്ഥ്യമുള്ളവരും ദാരിദ്ര്യമുള്ളവരും രോഗമുള്ളവരും ഈ മനസ്സിന്റെ അസ്വസ്ഥതയുടെ അടിമകളായിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവരെ കണ്ടുമുട്ടിയപ്പോൾ അത്തരത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് അവരുടെ മാനസിക അസ്വാസ്ഥ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം നൽകിയ കാരുണ്യത്തിന്റെ ഒരു ഗാന്ധിയാണ് നമ്മുടെ PU തോമസ് ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. നമുക്ക് ഈ ഒരു വഴിക്ക് ഇനിയും തുടർച്ചയുണ്ടാകട്ടെ. ദൈവത്തിന്റെ മഹാകരുണ ഈ നദികളിലൂടെ ഒഴുകി എല്ലാ ക്രൗര്യങ്ങളെയും മനുഷ്യത്വം നശിച്ചുപോയ വരൾച്ച ബാധിച്ച മുഴുവൻ മനസ്സുകളെയും കുളിർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മഹാവേദിയിൽ എളിയവനായി എനിക്ക് നിൽക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്നതിന് തോമസ് ചേട്ടനും സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ കരുണയോടെ ശ്രമിച്ച നിങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ മുൻ MLA MP ഒക്കെ ആയിരുന്ന നമ്മുടെ തോമസ് ചാഴിക്കാടൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിനെ പ്രത്യേകം സ്വാഗതം ചെയ്യും. തോമസ് ചേട്ടൻ, റോയി കണ്ടഞ്ചിറയച്ച, അറുപുക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആനന്ദ് പഞ്ഞിക്കാരൻ മനോഹരമായ ഒരു സന്ദേശം നൽകി ഈ സമ്മേളനം ഉദ്ഘാടനം നടത്തിയ അഭിനന്ദനങ്ങൾ ജോർജ് ആലഞ്ചേരി പിതാവേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരീ സഹോദരന്മാരെ, സംസാരിക്കാനുള്ള ഒരു ആവശ്യമായിട്ടല്ല ഞാനിവിടെ വന്നത്. നവജീവനിലെ നിരവധി തവണ വന്നിട്ടുണ്ട്, ഇനിയും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തോമസ് ചേട്ടൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി അദ്ദേഹം ഈ സ്ഥാപനം സന്ദർശിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മീഡിയക്കാർ ചോദിച്ചു, അങ്ങേക്ക് ഈ സ്ഥാപനത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന്. ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനന്ന് MLA ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, മദർ തെരേസ നടത്തിയ സേവനം പോലെ തന്നെയുള്ള സേവനമാണ് ഇതെന്ന്. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുക. 35 വർഷം മുമ്പ് നവജീവൻ എന്ന പേരിലേക്ക് ഈ സ്ഥാപനം മാറുന്നതിന് അവസരത്തിൽ ഞാൻ MLA ആണ്. അന്ന് മുതൽ ഇന്ന് വരെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ അവസരമുണ്ടായതിന് ഞാൻ നന്ദി പറയുകയാണ്. തീർച്ചയായും റോയേച്ചൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയില്ല. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നവര് വളരെ വ്യത്യസ്തരായിരിക്കും. തോമസ് ചേട്ടൻ്റെ പശ്ചാത്തലം നമുക്കറിയാം.
വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബമൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന് ഒരു ചെറിയ ജോലിയാണ് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത്. ആ ജോലി ഇരുന്നു കൊണ്ട് വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് സഹജീവികളിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം, അതാണ് ഇന്ന് വലിയൊരു സ്ഥാപനമായി മാറുന്ന സാഹചര്യമുണ്ടായത്. ഞാൻ വാക്ക് ഉപസംഹരിക്കുകയാണ്. തീർച്ചയായും ഇവിടെ വന്നു പോകുന്നവർക്ക്, ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക്, ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ കാണുമ്പോൾ അവർ തന്നെ മാറും എന്നതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ഒരു മാറ്റത്തിൻ്റെ കേന്ദ്രമായി ഈ നവജീവൻ മാറിക്കൊണ്ടേയിരിക്കുന്നു. നവജീവനിലൂടെ ലഭിക്കുന്ന വലിയ സേവനത്തിന് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്ന പാക്കത്തുകുന്നേൽ ഉലഹന്നൻ തോമസ് 1964 തോന്നുന്നു മെഡിക്കൽ കോളേജിലെ ലേഡീസ് ഹോസ്റ്റലിൽ ഒരു പൂന്തോട്ടക്കാരനായിട്ടാണ് വന്നത്. നിരാലംബരായ ഒരു രോഗിക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് അദ്ദേഹം തുടങ്ങിയ ആ വലിയ കാരുണ്യ പ്രവാഹമാണ് പിന്നെ പൊതിച്ചോറിലേക്കും ഇപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചണിലേക്കുമൊക്കെ വളർന്നത് എന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനുകമ്പയിൽ നിന്ന് തുടങ്ങിയ ആശയമാണ് കേരളത്തിലെല്ലാം അലിയടിക്കുന്ന പൊതിച്ചോറും ഇപ്പോൾ പ്രസക്തമായിരിക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചനും. അദ്ദേഹത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ എനിക്ക് അനേകം വർഷങ്ങളായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇത്ര അനേക ആയിരങ്ങളെ, പതിനായിരങ്ങളെ അദ്ദേഹം തണലായി ആരുടെയും ശ്രദ്ധ ക്ഷണിക്കാതെ ആ സ്നേഹധാര തുടർന്നുകൊണ്ടേയിരുന്നു. കടുത്ത ആരോഗ്യ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് അനസൂയം അദ്ദേഹത്തിൻ്റെ യാത്ര തുടരുകയാണ്. ഇനി അനേക വർഷം ഈ ഐശ്വര്യം, ഈ അനുകമ്പ തുടരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. 35-ാം വാർഷികത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. നല്ല വാക്കുകൾക്ക് സാറിന് പ്രത്യേകം നന്ദി. ഉള്ള ഇവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അഭിമന്യ പിതാവിനെയും പ്രത്യേകമായിട്ട് ഈ സമയം അഭിനന്ദിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് ആശംസകളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നു. നമ്മുടെ നവജീവൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ എപ്പോഴും സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ ഫംഗ്ഷന് ഇവിടുത്തെ എല്ലാ കാര്യവും നടന്നത്. ഞങ്ങളുടെ കമ്മിറ്റി മെമ്പറായ പോളിയേട്ടന്, അതുപോലെ ഷിബു കുഞ്ഞേട്ടന്, ജഹിനച്ചന്, സൈരീഷ് അച്ഛന്, അതുപോലെ തന്നെ ഞങ്ങളുടെ ഓഫീസിലെ ജോസാറ്, അങ്ങനെ നമ്മുടെ കിച്ചണിൽ കഷ്ടപ്പെടുന്നവർ, കിടപ്പുരോഗികളെ നോക്കുന്നവർ, ഇങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ സർവീസ് ചെയ്യുന്ന റോയി, ഓഫീസിൽ ഇരിക്കുന്ന നമ്മുടെ മോൻസി, എല്ലാവരും ഒത്തുചേർന്നുള്ള ഒരു വലിയ ഒരു കഷ്ടപ്പാടുകളെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ട് സന്തോഷത്തോടെ സഹകരിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ നവജീവൻ്റെ ശുശ്രൂഷകളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ മക്കളുടെ കലാപരിപാടിയുണ്ട്, നല്ല സ്നേഹവിരുന്നുണ്ട്. ആ വിരുന്നിൻ്റെ കൂടെ ഈ കലാപരിപാടികളൊക്കെ ആസ്വദിക്കാനുള്ള ഒത്തിരിയേറെ ആസ്വദിക്കണം എന്നുള്ള ആഗ്രഹം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഓർത്തു, കഴിഞ്ഞു പോകുന്ന കാലഘട്ടങ്ങൾ ഏതാണ്ട് 40 വർഷത്തോളം ഞാൻ ദുരിതം അനുഭവിച്ച ആളാണ്. അതിനുശേഷം ഈ നവജീവനോട് ഇങ്ങനെ ആരുപോലും ഇല്ലാത്തവരെ സ്നേഹിക്കാനും വെച്ച കഞ്ഞി കൊണ്ടു കൊടുത്തിട്ട് കടിഞ്ചായ എണ്ണത്തി കുടിക്കുവാനും ഒക്കെയുള്ള ആ കാലങ്ങളൊക്കെ ഓർക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒന്നുമില്ലാതെ ജീവിച്ച കാലത്താണ് ഇങ്ങനെയുള്ളവരെ നമ്മളെക്കാൾ വിഷമിക്കുന്നവരെ ഓർത്ത് സങ്കടപ്പെട്ടത്. ഇത് ഞാൻ ഓർത്തു പോകുന്നു. പലപ്പോഴും ഏറ്റവും അധികം ഇതിനു വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ചത് എൻ്റെ സിസിലിയും എൻ്റെ മക്കളുമാണ്. അതും ആരും ചെയ്യാൻ ധൈര്യമില്ലാത്ത പ്രവൃത്തിയാണ് ചെയ്തത്. വീട്ടിൽ വീട്ടിൽ വീടുകളെല്ലാം മേടിച്ചു വെച്ച്
യാതൊരു സൗകര്യമില്ലാത്ത ക്വാർട്ടേഴ്സിന് ചുറ്റും പാമ്പും കാടും പിടിച്ച് കിടക്കുന്നിടത്ത് ഞങ്ങൾ യാതൊരു സൗകര്യമില്ലാതെ ഞങ്ങൾ തടഞ്ഞുപോയി 4 പെൺമക്കളും പ്രായമായ അമ്മയും എൻ്റെ ഭാര്യ ശരിയായിട്ട് കഴിഞ്ഞു പോന്ന ആ ദാരിദ്ര്യത്തിലും ദുരിതത്തിലും മികച്ച കാലത്ത് എൻ്റെ അമ്മയും എൻ്റെ ശിശുവിയായ ഭാര്യയും മക്കളും അനുഭവിച്ച വലിയൊരു ത്യാഗത്തിൻ്റെ ഫലമാണ്. പലപ്പോഴും ഞങ്ങൾക്ക് അത്താഴമില്ലാത്ത രാത്രികളും പാലില്ലാത്ത ചായയും പഞ്ചസാരയില്ലാത്ത ചായയും ഒക്കെ പോയ കാലത്തും എൻ്റെ മക്കള് എൻ്റെ ഭാര്യ ഒരു പരാതി പറഞ്ഞിട്ടില്ല. അതൊരു വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ടൊക്കെ സാധിച്ചതൊക്കെ. കഴിഞ്ഞു പോകുന്ന കാലങ്ങളിൽ കൂടെ ഓരോ കാലത്ത് വന്നപ്പം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അനൂപ്, ഇവിടെയുള്ള റെജിമോന്, അങ്ങനെ ഓരോ കാലത്തും ഊരാൻ വെച്ചും അങ്ങനെ വെട്ടൂര് എൽമാനി സാറ് പ്രസിഡന്റായിരിച്ചു. അന്നത്തെ മെഡിക്കൽ വിദ്യാർത്ഥിയായ ഡോക്ടർ തോമസ്, അന്നത്തെ പല മെഡിക്കൽ എല്ലാവരുടെയും സഹായത്തോടുകൂടിയാണ് നമ്മൾ ആ PC കൊച്ചു വീട്ടിൽ ആരംഭിച്ചത്. ഇന്നത്തെ കഴിഞ്ഞു പോയ സൂപ്രണ്ട് ജയകുമാർ സാറൊക്കെ MBBS താമസിച്ച് പഠിക്കുന്ന കാലമായിരുന്നു. അവരെല്ലാവരുടെ സഹകരണത്തോടുകൂടി ആ കുഞ്ഞടുക്കളയിൽ നമ്മൾ ആരംഭിച്ചാണ് ഇന്ന് പ്രിയപ്പെട്ടവര് ഒരു വലിയ അടുക്കളയായി മാറിയതൊക്കെ. ഞാനിങ്ങനെ കഴിഞ്ഞ രാത്രികളിലെല്ലാം ഓർത്തു കഷ്ടപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ദുരിതത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും കാലത്തോട് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ഞാൻ ക്ഷമിച്ച് മടുത്തിട്ടില്ല, ഞാൻ സ്നേഹിച്ച് മടുത്തിട്ടില്ല, ഞാൻ കൊടുത്ത് മടുത്തിട്ടില്ല, കൊടുത്ത് മടക്കുകയും ചെയ്തു പോന്ന കാലങ്ങളാണ് ഞാൻ ഓർത്തുകൊണ്ടിരുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ഒരു നേരത്തെ ആഹാരം കിട്ടാൻ ഒരു മാർക്കും ഇല്ലാതെ നിന്നിട്ടാണ് ₹65 കൂട്ടുകാരനുമായിട്ട് ഉള്ള ബുക്കും പുസ്തകം എല്ലാം പതിവായിട്ട് ഭക്ഷണം പകർത്ത് ബുക്ക് പണയം വെച്ച് ദോശയും ചായയും കഴിക്കുന്ന കടയിൽ എല്ലാം കൂടെ കൊടുത്തിട്ട് വയറ് നിറയും കഴിച്ചിട്ട് കോട്ടയത്ത് നിന്ന് ട്രെയിൻ കയറി എറണാകുളത്തിറങ്ങി 2 വർഷക്കാലം ഒത്തിരി വീടുകളിലെ അടുക്കള ജോലി ചെയ്തു, തല്ലുകൊണ്ട് ജീവിച്ചു. 9 കുട്ടികളുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുവാനും കഞ്ഞി വെക്കാനും കറി വെക്കാനും 5-6 പശുവിനെ കുളിപ്പിക്കുവാനും ഇതെല്ലാം പാത്രങ്ങളിൽ ജീവിക്കുവാനും വീട്ടുകാരന് കള്ള് മേടിച്ചു കൊടുക്കുവാനും ഒക്കെ ഞാൻ അനുഭവിച്ച ആ 11-12 വയസ്സിൻ്റെ ആ കാലത്തെ ദുരിതമൊക്കെ ഞാൻ ഓർത്തു പോവുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ദുരിതത്തിലൊക്കെ നിന്നപ്പോഴും കരുണ കൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു, ദൈവത്തോട് എന്നെ രക്ഷിക്കണേ. അങ്ങനെ ഒരു ഷാപ്പിലെ തൊഴിലാളിയുടെ സഹായത്തോടുകൂടിയാണ് എൻ്റെ വീട്ടുകാർ വരുവാനും ഇവിടെ വരുവാനും ഇന്ന് സ്കൂളിൽ ചേരുവാനും പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ വിഷമിരിക്കുന്ന അനേക സുഹൃത്തുക്കളുണ്ട്. സ്കൂളിനടുത്തുള്ള വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ച് അവർ കഞ്ഞി തരുള്ളൂ. വീട്ടിലെ വേലക്കാരിയായ അമ്മച്ചി നല്ല ഭക്ഷണം കൊടുക്കണമെന്ന് അവർ തരികയല്ല, അച്ഛൻ വിളിച്ച് എണ്ണ പിടിച്ച് വയറ്റുവേദനയായി ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ വയറുവേദനയെ തുടർന്നാണ് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് വരേണ്ടി വന്നത്. ആ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരുടെ വിശപ്പ് മാറ്റുന്നതിന് വേണ്ടി ഞാൻ നെറ്റിലടിക്കാൻ പോയി, ഞാൻ കൂടെ ബുക്ക് ഉണ്ടാക്കാൻ പോയി. അങ്ങനെയൊക്കെ ഞാൻ നടന്ന് കിട്ടുന്ന ചില്ലറ പൈസ കൊണ്ട് കൂട്ടുകാർക്ക് പോണ്ടായും ചായയൊക്കെ മേടിച്ചു കൊടുത്ത കാലത്ത് ആ ഒരു വയറ്റുവേദന സഹിക്കാൻ മേലാതെ ആയപ്പോഴാണ് 16 കൂട്ടം നെറ്റിലടിച്ചു കൂട്ടിയ കാശ് മേടിക്കാൻ പോലും എനിക്ക് പറ്റാതെയായി. 3/4 ഇഞ്ച്. അങ്ങനെ ഞാൻ സ്നേഹബന്ധമുള്ള പലരുടെയും വീടുകളിൽ പോയി 1 രൂപ 2 രൂപയൊക്കെ മേടിച്ച് 35 രൂപയായി എനിക്ക് ആശുപത്രി പോകണം, ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായി. കാരണം ഓരോ ദിവസവും ഞാൻ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ തന്നെ പോയി, എൻ്റെ അച്ഛൻ വളരെ ശുദ്ധനും ഭാവവും അറിവ് കുറഞ്ഞ ആളുകൾ, ഞാൻ തന്നെ കോട്ടയത്ത് ആശുപത്രി കളച്ച് നടന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടർ ആരാന്ന് അന്വേഷിച്ച വീട്ടിൽ പോയി വീട് കണ്ടുപിടിച്ചിട്ട് 35 രൂപയായിട്ട് അച്ഛനോട് പറഞ്ഞു, നമുക്ക് അമ്മച്ചി നമുക്ക് കോട്ടയം ആശുപത്രിയിലോട്ട് പോകാം, ഓപ്പറേഷന് പോകാം, പൈസയൊക്കെ ഉണ്ട്, വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റാന്തൽ വെള്ളത്തിൽ നിറയും മണ്ണിൽ നിറച്ചുകൊണ്ട് ഒരു വലിയ കുഴയുള്ള ചേറ്റുമ്പാത്തരം കണ്ണ് നിറച്ചുകൊണ്ട് അതിരുമ്പഴി അമലഗിരി വഴി ഞങ്ങൾ അങ്ങനെ കോട്ടയത്തിന് നടക്കുകയാണ് വണ്ടിക്കൂലി ലാഭിക്കുന്നതിന്. 25 പൈസ മതി ലാഭിക്കുന്നതിന് വേണ്ടി. അങ്ങനെ കോട്ടയത്ത് ഞങ്ങൾ നടന്ന് വെള്ളിമേള ഞാൻ ഛർദ്ദിക്കുന്നു. അപ്പം വിളക്ക് പിടിച്ച് ഉയർത്തി കാണിക്കുന്നു. അങ്ങനെ പുറം തിരികെ തരുന്നു. വളരെ സങ്കടകരമായ ഒരു പീഡാനുഭവ യാത്രയിലൂടെ അങ്ങനെ കോട്ടയത്തെത്തി ഡോക്ടറെ വീട്ടിൽ ചെന്നു, കൈകൂപ്പി പിടിച്ചു, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. ആ
അത് 25 കവറിനകത്തിട്ട് അവിടെ വെച്ചു. വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ അവിടെ വെച്ചിട്ട് പോന്നു. അതിന് ആശുപത്രിയിൽ പൊക്കോളാൻ പറഞ്ഞു. അഡ്മിറ്റ് ചെയ്തു. അടുത്ത് കിടക്കുന്ന രാമേന്ദ്രൻ കരയുന്നത് കൊണ്ട് വിശന്നിട്ട് കരയാൻ സഹായിക്കാനില്ല. എനിക്ക് കട്ടിന് കിട്ടി, രാമേന്ദ്രന് കട്ടിലില്ല. രാമേന്ദ്രനെ കൂട്ടി ഞാൻ വൈകിട്ട് താഴെ കിടന്നു. അങ്ങനെ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നു. എല്ലാ ദിവസവും അമ്മ 2 പൊതി ചോറ് കൊണ്ടിരും. അതിനുവേണ്ടി ഒന്ന് നടന്നു വരണം കോട്ടയത്ത്. നീ 2 പൊതി ചോറുമായിട്ട് ഒരു അമ്മ. അങ്ങനെ ചോറ് രാമേന്ദ്രനും കൊടുത്ത് ഞാൻ ഉപയോഗിച്ചു. കുറെ നേരം നന്നായിട്ട് വർത്താൻ ഞാൻ തിരിച്ചു വരും. ഓപ്പറേഷന്റെ തലേ ദിവസവും അമ്മയുടെ അടുത്ത് കുറെ നേരം കെട്ടിപ്പിടിച്ച് ചോദിച്ചിട്ട് പറഞ്ഞു, ഞാൻ സുഖമാണല്ലേ, ഞാൻ തിരിച്ചു വരും, അമ്മ സന്തോഷത്തോടെ പോവുക എന്ന് പറഞ്ഞ് അമ്മയെ യാത്രയാക്കി വിട്ടപ്പോഴേ അന്ന് ഞാൻ ഒരു 10 രൂപ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട് എന്റെ അപ്പനോട് ഞാൻ പറഞ്ഞു, 7 രൂപ ചെലവാക്കരുത്, 7 രൂപ ചെലവാക്കരുത്, എന്നങ്ങനെ 7 രൂപ ചെലവാക്കരുത്, ബാക്കി 4 രൂപ ചെലവാക്കിക്കോ, 7 രൂപ ചെലവാക്കരുത്. ഇതിന് 7 രൂപ. അന്നത്തെ കാലത്ത് ഒരാൾ മരിച്ചാൽ കോട്ടയത്ത് നിന്ന് അംബാസിഡർ കാറല്ലേ ഈ ശവശരീരം കൊടുക്കുന്നതിന് 7 രൂപയാണ് ചാർജ്. ആ പൈസ എത്രയും ചിന്തിച്ചു വെച്ചിട്ടാണ് ഓപ്പറേഷൻ ചെയ്തോട്ട് പോകാൻ നേരത്ത് എന്നെ സ്റ്റെപ്പിൽ കിടന്നു പോകുമ്പോൾ ലക്ഷ്മിനെ അവസരമായിട്ടൊന്ന് കാണാൻ ആ തിയേറ്ററിന്റെ വാതിക്കൊന്ന് എടുത്തു പറഞ്ഞ പുറകോട്ട് നോക്കി. ആരും ഇല്ല നിങ്ങളുടെ കൂടെ. മരിച്ചു പൊട്ടിക്കരഞ്ഞത് ഒരു നല്ല മരണത്തിനായി ഞാൻ എന്നിട്ട് ഒരുങ്ങി തിയേറ്ററിലേക്ക് പോയ കാലം ഓർക്കുകയാണ്. അങ്ങനെ ബോധം തുറന്ന് 6 ദിവസം കഴിഞ്ഞ് ഒരുമാതിരി ഓർമ്മ വന്നു. രാമേന്ദ്രനെ അന്വേഷിച്ച് ഞാൻ വാടിക്കടെ ഞാൻ കുഞ്ഞു പറഞ്ഞ് കൈയെ വളരെ താങ്ങിപ്പിടിച്ചുകൊണ്ടിരുന്നു. സഹോദരൻ മരിച്ചു പോയെന്നറിഞ്ഞ വലിയ ദുഃഖവും കരച്ചിലുമായിരുന്നു ആശുപത്രിയിൽ. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് 2 ആഴ്ച വീട്ടിൽ താമസിച്ചപ്പോഴാണ് ഓലപ്പരയാണ് പെരുമയും മണിയും കുട ചൂടിക്കൊണ്ടിരിക്കുന്നു. ഉള്ള ചുട്ടിയും വിലയെല്ലാം നിരത്തി വെക്കും, പക്ഷേ ഒന്നും തികയല്ല. അങ്ങനെ രാത്രി ഉറങ്ങാതിരുന്ന രാത്രിയിലായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വയറിന്റെ നടുഭാഗം പൊട്ടി വെളുപ്പൊഴുകി വരുന്നു. വെളുപ്പൊഴുകി വരുമ്പോൾ അങ്ങനെ ബോധം കെട്ടി താഴെ വീഴും. അവർ കച്ചത്തോടത്തെടുത്ത് വയറ്റിൽ നിന്ന് മുറുക്കി കെട്ടിക്കൊള്ളിയാണ്. അങ്ങനെ പറഞ്ഞ അമ്മ ഞാൻ ആശുപത്രി വരെ പോയിട്ട് വരാം, പൈസയൊക്കെ ഉണ്ടാവും. തൊട്ടടുത്ത് ബന്ധമുള്ള ആളെന്റെ വീട്ടിൽ ചെന്നിച്ച് പറഞ്ഞു, ചേട്ടായി എന്റെ വയറ് പൊട്ടി പഴുപ്പൊഴുകുകയാണ്, ഈ തോർത്ത് അഴിച്ചു വാങ്ങിച്ചിട്ട് വന്നു 2 രൂപ കൊട്ടയിൽ വരാൻ. വളരെയേറെ ചീത്ത വിളിച്ച് ആക്ഷേപിച്ചു. ആ ചേട്ടായുടെ അമ്മ കിണറ്റേറെ അരി കഴിയായിരുന്നു. അതിൽ നമുക്ക് ഒന്നും പറഞ്ഞില്ല. അടുത്ത വീട്ടിൽ ചെന്ന് ഒരു ബന്ധമില്ലാത്ത വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ 14 കോഴിമുട്ട തന്നു. ആ കോഴിമുട്ട ചോദിച്ച് പൈസയും കൊണ്ട് അങ്ങനെയാണ് ആശുപത്രിയിൽ പോയി ഒറ്റയ്ക്ക് ആശുപത്രിയിൽ മുറ്റത്തോടെ ആവുന്നപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ഡോക്ടറും കുറെ പേര് നടന്നു വരുന്നത് ആ ഇറ്റത്തിലാണ് മുട്ടുകുത്തുന്നത്. കൈകൊക്കെ പിടിച്ച് പറഞ്ഞു, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എന്നെ വയറ് പൊട്ടി കഴിപ്പോകുന്നു എന്ന് പറഞ്ഞു. എന്നെ കൈയെ പിടിച്ച് പോയിട്ട് തിയേറ്ററിന്റെ ഒരു സൈഡിൽ കിടത്തി മരുന്ന് വെച്ച് വിട്ടിട്ട് മരുന്ന് തന്നു. നീ പേടിക്കണ്ടേ എന്ന് പറഞ്ഞ് 2 ആഴ്ച വന്നേക്കെന്ന് പറഞ്ഞ് ഒരു ടോണിക്കൊക്കെ തന്നിട്ട് വയറെണ്ണം എന്റെ കുത്തിക്കെട്ടാ പൊട്ടിയിട്ട് നേരെ 25 രൂപ എന്റെ പോക്കറ്റിട്ട് വന്നിട്ട് പറഞ്ഞ് കെട്ടിപ്പോയി. സാരമില്ല മാനെ, നീ പൊക്കോ. ഞാൻ തിരിച്ചു വന്ന് സുഖമായപ്പോഴേ ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ 3ാമത് ഗോട്ടയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, എനിക്കിനി പഠിക്കണ്ട, എനിക്ക് നിങ്ങളോട് സ്നേഹിച്ചും സഹായിച്ചും വിളിച്ചും മാത്രം എന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞാണ്. അങ്ങനെ ഞാൻ ആശുപത്രി വന്ന് നിങ്ങൾക്ക് കൊച്ചു സഹായം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അന്നൊക്കെ പ്രാർത്ഥിച്ച് ഈശോയെ ആശുപത്രിയിൽ ഒരു ജോലി കിട്ടി പാവപ്പെട്ട രോഗികളെ സഹായിക്കുക. അങ്ങനെ വിളിച്ചെന്നാണ് 20ാമത്തെ വയസ്സിൽ 20 രൂപ ശമ്പളത്തിനുള്ള ജോലിക്ക് കയറിയപ്പോൾ എന്റെ രണ്ടാമത്തെ എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ ഹോസ്റ്റലിലുള്ള മെഡിക്കൽ സ്റ്റുഡൻസ് എല്ലാവരും ഹോസ്റ്റലിൽ മിച്ചം വരുന്ന ഭക്ഷണം എല്ലാം തന്നുകൊണ്ട് അങ്ങനെ കൊടുത്തുകൊണ്ട് അന്ന് ഏറ്റവും കൂടുതൽ സഹായിച്ചാണ് ഡോക്ടർ പ്രതാപൻ നായർ. ന്യൂസ് സെക്കൻഡ് ഇയർ കാലത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ആയപ്പോൾ മിച്ചമേറിയ ഭക്ഷണം എല്ലാം താങ്കൾ എന്നെ സഹായിച്ചായിരുന്നു. ആ കാലങ്ങളൊക്കെ ഓർക്കുന്നതിന് ശേഷം എനിക്ക് ആശുപത്രി ഉണ്ടായപ്പോൾ അന്ന് പഠിച്ച സ്റ്റുഡൻസ് ഒക്കെ അവിടെ ഡോക്ടർമാരായി എന്നെ ഒരുപാട് പേര് സഹായിച്ചു. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടിന്റെയും ദാരിദ്ര്യത്തിന്റെയും ദുരിതത്തിന്റെയും ഒക്കെ കാലങ്ങളിൽ കൂടെ കടന്നു വന്ന്
40 വർഷത്തോടും ദുഃഖവും ദുരിതവും കണ്ണുനീരിന്റെ ഒരു യാത്രയായി വന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു നവജീവനെ ദൈവം ഒരുക്കി തന്നത്. പ്രിയപ്പെട്ടവരെ, ഈ 40 വർഷക്കാലം ദൈവം എനിക്ക് ദുരിതം വന്നത് ഇതിനൊക്കെ വേണ്ടി ആയിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അങ്ങനെ എനിക്ക് തരാതിരുന്നവരെ, വണ്ടിക്കൂലി തരാനവരെ, ആഹാരം തരാതിരുന്നവരെ ഒരിക്കലും ഞാൻ വെറുത്തിട്ടുള്ള പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മെഡിക്കൽ കോളേജ് വന്നതിന് ശേഷം അവർക്ക് എൻ്റെ അടുത്ത് വരുവാനും എൻ്റെ കയ്യിൽ നിന്ന് ചോറ് വിളമ്പി മേടിക്കുവാനും എൻ്റെ മുൻപിൽ കിടന്ന് അതിധാരണമായ രോഗാവസ്ഥയിൽ മരണപ്പെടുകയും ചെയ്യുന്നത് എല്ലാം കാണുവാൻ ഇടയായപ്പോൾ ബൈബിളിലെ ജോസഫിന്റെ ആ കഥ ഞാൻ ശരിയെന്ന് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ ഈജിപ്തിൽ ചെന്നപ്പോൾ സഹോദരന്മാർ എല്ലാവരും ധാന്യങ്ങൾ മേടിക്കാൻ വന്നെന്ന് പറഞ്ഞ ഞാൻ കഴിഞ്ഞ ദിവസം ഓർത്തുപോയി. അന്നെന്നെ വേദനിപ്പിച്ചവർക്കെല്ലാം ദൈവം വന്ന ഈ അടുക്കളയിൽ നിന്ന് അവരിൽ പലനത്തിന് കിട്ടും മിച്ചം വരുന്ന ഇറച്ചിക്കറിയും മീൻകറിയും കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം പകരം ചോദിക്കാതെ പകരം വീട്ടാതെ എനിക്ക് കിട്ടിയ ആ ഒരു സന്തോഷമാണ് ഈ അവാർഡുകളെക്കാളെല്ലാം ഇതിന് ഒരു ബഹുമതി എന്ന് ഞാൻ കാണുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അവസാനത്തെ വർഷങ്ങളുടെ ചനിയൊരു യാത്രയായിപ്പോൾ ഇനിയും ആ തുടക്കം മുതൽ ഇപ്പോൾ വരെയും ഒരുപാട് എന്നേക്കാൾ നല്ല കഴിവും പ്രാർത്ഥനയുള്ളവരെ ദൈവം എനിക്ക് കൂട്ടിച്ചേർത്ത് തന്നു അണിഞ്ഞു പോന്ന്. ഇവിടെ പ്രസിഡന്റ് അങ്ങനെ മിക്ക വീട്ടിൽ ഞാൻ പോകുമ്പോൾ അമ്മച്ചി വന്ന് ചോറ് വെച്ച് തന്ന കാലം അന്നായിരിക്കുമ്പോൾ നല്ല ഭക്ഷണം എനിക്ക് തരുമായിരുന്നു. അമ്മച്ചിക്ക് മരിച്ചുപോയി. ആ നല്ല കാലങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ കാലത്തുള്ളാണെങ്കിൽ ഇത് ഒത്തിരിയേറെ ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ആഗ്രഹപ്പെട്ടെങ്കിലും ആഗ്രഹിക്കാതെ ശുശ്രൂഷ ചെയ്യുന്ന ഓഫീസിലെ എവിടെയോ സാറ് ഞങ്ങളുടെ അതുപോലെ തന്നെ ഞങ്ങളുടെ കോളിയേട്ടൻ ശിവ കുഞ്ഞേട്ടൻ എല്ലാവരെയും ശീർഷിച്ചും വിവരിച്ചും എല്ലാവരുടെയും ഒരു വലിയ ഒരു സഹായമാണ് നമ്മുടെ നവജീവൻ മക്കൾക്കും നവജീവനെ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണവാനായ ദൈവത്തിന്റെ മുന്നിൽ ജീവിതകാലം മുഴുവൻ അവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അവസാനത്തെ ഓർമ്മ അവസാനിക്കുന്നവരെയും എന്റെ നന്ദി സ്നേഹവും ഞാൻ അർപ്പിക്കാനായിട്ട് ഓർക്കുകയായിരുന്നു ചെയ്യുന്നത്. അതോടൊപ്പമാണ് തോമസ് ചാഴിവാടൻ ആയിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ചേട്ടൻ ഉപയോഗിച്ച് പഴയ നവജീവന വരികയും വർഷത്തിന് പൈസ അന്ന് സഹായിക്കുന്നത്. നമ്മുടെ ഊരാളിലച്ഛനായിട്ട് ഒത്തിരി ജ്ഞാനായ കുടുംബങ്ങളിൽ നിന്ന് അന്നോട് ഞാൻ സഹായിച്ച നല്ല കാലങ്ങളിൽ ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അച്ഛൻ മരിച്ചുപോയി. അതുപോലെ കൂടെ പ്രവർത്തിച്ചുകൊണ്ട് പഠിക്കുന്നവരെ തമ്പിച്ചാൽ രോഗാവസ്ഥയിൽ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരോട് ശുശ്രൂഷ എങ്ങനെയാണ് ഇവിടെ വീണ സഹോദരികൾ കണ്ണുകടിഞ്ഞ് ഇരിക്കുകയാണ്, ആശുപത്രിയിലാണ്. അതുപോലെ എന്നെ ഒത്തിരി സ്നേഹമുള്ള ഡോക്ടറായിരുന്നു ജയകുമാർ സാറ് എന്ന് പറഞ്ഞു. എല്ലാവരെയും പേരെ വിളിക്കും. ഇപ്പൊ സാറേ എന്ന് വിളിക്കുന്ന റെസ്പെക്ട് ചെയ്യും. ആ ജയകുമാർ സാറ് ഞാൻ രാവിലെ നടക്കാൻ പോയപ്പോൾ ശരിക്കും ചെറുവേദന അനുഭവപ്പെട്ടു. അങ്ങനെ വാടി ചെന്ന് നോക്കിയപ്പോഴേ ബ്ലോക്കുണ്ട്, ഓപ്പറേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടു. ലിസി ആശുപത്രിയിൽ ഇങ്ങനെ സർജറിയെ കഴിഞ്ഞ് അവിടെ വിശ്രമത്തിൽ കഴിയാണ്. അവരൊക്കെ ആ ചേർന്ന് നിന്ന് ആ കാലഘട്ടങ്ങളെ ഓർത്ത് എന്നും വെളുപ്പിന് 3:30 ഏറ്റവും എല്ലാവരെയും ഓർത്ത് തന്നെ പ്രത്യേകമായിട്ട് 5 വരെയും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ക്ഷീണമാണ് എൻ്റെത്. ആ പണ്ട് കാലങ്ങളിൽ ആ മെഡിക്കൽ വിദ്യാർത്ഥികൾ എല്ലാവരും ഉന്നതനായ ഡോക്ടർമാരായി ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമായി ഇന്നും ആ സ്നേഹം കൊണ്ടും തുടരുവാണ്. ഒന്നും സമയം തോന്നറിയോ ഒന്നുമില്ലാത്ത കാലത്ത് അങ്ങനെ നമ്മള് ആലഞ്ചേരി പിതാവ് അച്ഛനായിരുന്നപ്പോട്ടെ പ്രാർത്ഥനയെ കുറിച്ച് വന്ന കാലഘട്ടങ്ങൾ ഓർക്കുന്നു. അന്നത്തെ വിസിറ്റേഷൻ ഗവൺമെന്റില്ല സമയം എല്ലാവരും ഉണ്ടായിരുന്നു. അന്നത്തെ നടപ്പുകളിൽ പൊടിയും പിടിച്ചുകൊണ്ട് നടപ്പ് കണ്ട് അന്നത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളെല്ലാം പൈസ പിരിച്ചെടുത്ത് 250 രൂപ മുടക്കി എനിക്ക് ഹെർക്കലി സൈക്കിൾ മേടിച്ചെന്ന് ആദ്യം കിട്ടിയൊരു വാഹനം. അതിന്റെ സൈഡിൽ 2 കൊട്ടയും വെച്ചാണ് ഈ ചേറും എല്ലാം സംഘടിപ്പിച്ചാണെന്ന് ആ നല്ല കാര്യങ്ങൾ ഓർക്കുന്നു. അന്ന് കൂടെയുള്ളവരെയും ഇന്ന് കൂടെയുള്ളവരെയും ആ കൂടെ നിന്ന് വേർപെട്ടുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അന്ന് നിന്നും കൂടെ നിൽക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ ജീവിതകാലം മുഴുവനുള്ള എന്റെ ഓർമ്മ അവസാനിക്കുന്നിടം വരെയുള്ള നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ നവജീവൻ എല്ലാവരുടെയാണ്. ഒരിക്കലും നിങ്ങൾ നവജീവനെ മറന്നേക്കരുത്. നിങ്ങളുടെ ആ ഓർമ്മയിൽ എന്നും ഉണ്ടായിരിക്കുക. നാളെ പോലെ ഒരു ദിവസം എന്നെ ദൈവം ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയിരിക്കും. പക്ഷേ അന്ന് നിങ്ങൾ നവജീവൻ മക്കളെ മറക്കരുത്.
അവരെ ഒരിക്കലും പട്ടിണിക്കിടാൻ ഇടവരുത്തരുത്. അവരെ സ്നേഹിക്കുകയും അവരെ കൂടെ ചേർന്ന് നിന്ന് ശുശ്രൂഷിക്കുവാനും എല്ലാവരും ഒപ്പമുണ്ടായിരിക്കുന്നതിനോടുള്ള ശേഷമുള്ള കാലങ്ങളുടെ ഓർമ്മകളെ കുറിച്ചും കൂടെ ഈ സമയം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടെ ഒരുപാട് സ്നേഹവും നന്ദിയും പ്രാർത്ഥനയും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. യേശുവിനെ കണ്ടു, യേശുവിനെ കണ്ടു, തന്റെ ചങ്കു തന്നു, തന്റെ ചങ്കു തന്നു, ചോരകൊടുത്തന്നെ, ചോരകൊടുത്തന്നെ, തന്നെ സ്വന്തമാക്കി, തന്റെ സ്വന്തമാക്കി. യേശുവിനെ കണ്ടു, യേശുവിനെ കണ്ടു, തന്റെ ചങ്കു തന്നു, തന്റെ ചങ്കു തന്നു, ചോരകൊടുത്തന്നെ, ചോരകൊടുത്തന്നെ, സ്വന്തമാക്കി. പാഴ്മുളം തണ്ടെന്നു കരുതി ഞാൻ ജീവിതം പങ്കിലെ പാതയിൽ കളഞ്ഞിട്ടു നാളേറെ. എന്നാൽ എന്നെ യേശുവെ പൂജിച്ച നാൾ മുതൽ ഞാനൊരാനന്ദ നിർജയായി. എന്നാൽ എന്നെ യേശുവെ പൂജിച്ച നാൾ മുതൽ ഞാനൊരാനന്ദ നിർജരിയായി.